ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിലെ പേപ്പർ 2 എന്ന് പറയുന്ന ഒരു പേപ്പറുണ്ട്. അതിൽ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു 15 മാർക്കിന് പഠിക്കാനുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ക്ലാസ് നന്നായിട്ട് കാണുക. ഓക്കെ, കാരണം പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് നന്നായിട്ട് കാണുക, അതിനുശേഷം മാത്രം ക്ലാസ് 2 കാണുക. ഓക്കെ, ഇത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ ഒരുപാട് ഭാഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാം കണക്റ്റഡ് ആണ്. അപ്പം അത് നമുക്ക് മനസ്സിലാവണമെങ്കിലും ഓക്കെ, കാര്യങ്ങൾ കണക്ഷൻ കിട്ടണമെങ്കിലും ഓർഡറിൽ കാണുക. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടാവും. എന്താ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഇട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണാവുന്നതാണ്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ എൻ്റെ പേര് കിരൺ. ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ 123 ആണ്. ഇത് ഡെഡിക്കേറ്റഡ് ടു ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, ആ കാര്യങ്ങളെല്ലാം നോക്കാവുന്നതാണ്. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഇതാണ് കേരള മോഡൽ ഡെവലപ്മെന്റ് സിലബസ്. ഈ സിലബസിൽ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവല്യൂഷൻ ആണ്. ഓക്കെ, ഇവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള മോഡൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഇവോൾവ് ആയത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് ഇവല്യൂഷൻ, സിഗ്നിഫിക്കൻറ്റ്, ഫീച്ചേഴ്സ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഇവല്യൂഷൻ ആണ്. സിഗ്നിഫിക്കൻസും ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ മൊഡ്യൂൾ 6 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. എന്താണ് നമ്മുടെ സോഴ്സസ്? ഗവൺമെന്റ് റിപ്പോർട്ടാണ് നമ്മുടെ സോഴ്സസ് ആയിട്ടുള്ളത്. ഓക്കെ, ഒന്ന് എക്കണോമിക് സർവേ ഓഫ് കേരള, രണ്ടാമത്തെ പ്ലാനിംഗ് കമ്മീഷൻ റിപ്പോർട്ട് ഓഫ് കേരള, മൂന്നാമത്തെ നീതി ആയോഗ് റിപ്പോർട്ട്, നാലാമത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ എക്കണോമിക് സർവേ മെൻഷനിങ് കേരള. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഈ നോട്ട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നോട്ട്സ് കയ്യിൽ വെക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. ഓക്കെ, വൺസ് അഗെയിൻ @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്നുള്ളതാണ് ടെലഗ്രാം ചാനലിന്റെ പേര്. വാച്ച് ദ പ്രീവിയസ് ക്ലാസ്സസ്. പ്രീവിയസ് ക്ലാസ് കണ്ടിരിക്കണം ഇത് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് ഇത് കാണരുത്, ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താ, കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ ഇവല്യൂഷൻ ആണ്. നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ മെയിൻ ആയിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റോ അസേഷൻ റീസണോ അനാലിസിസ് ക്വസ്റ്റ്യനോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. 2 PPT കിട്ടുന്നതായിരിക്കും. ഓക്കെ, മെയിൻലി ഒരു ഡിഗ്രി മെയിൻസ് എക്സാം ആയതുകൊണ്ട് ഇംഗ്ലീഷിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. അതിന് കാരണം മലയാളത്തിൽ അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകളെല്ലാം തെറ്റാവാനോ ഓക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. സാർ അപ്പോൾ കഥയൊക്കെ മതി, ക്ലാസ് എടുക്കാം. ശരി, ഓക്കെ, ഫൈൻ. അപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ ഇവല്യൂഷൻ, അത് എങ്ങനെയാണ് ഇവോൾവ് ആയത്? ഇവല്യൂഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അതായത് ഒരു കുട്ടി ഉണ്ടാവുന്നു, ആ കുട്ടി വലിയ ഒരാളാവുന്നു. ആ വലിയ ഒരാളാവാൻ വേണ്ടിയിട്ട് ഓരോ വർഷം കഴിയുന്തോറും എന്താവും, ആ കുട്ടി വലുതായി കൊണ്ടിരിക്കുന്നുണ്ടാവും. ആദ്യം LKG പോകും, UKG പോകും, 1ാം ക്ലാസ്സിൽ പോകും, 5ാം ക്ലാസ്സിൽ പോകും, 7ാം ക്ലാസ്സിൽ പോകും, 10ാം ക്ലാസ്സിൽ പോകും, +1 +2, പിന്നെന്താണ് കോളേജ്, പിന്നെന്താണ് ആക്ച്വലി PG, പിന്നെന്താ ജോലി. ഓക്കെ, ജോലി കഴിയുന്ന എന്താ കല്യാണം കഴിഞ്ഞിട്ട് എന്താ വീണ്ടും കുട്ടികൾ, വീണ്ടും എന്താ ഇതേ സാധനം വീണ്ടും റിവൈസ്. ഓക്കെ, ഇനി ആ കുട്ടികൾ എന്ത് ചെയ്യും, കല്യാണം കഴിക്കും. അപ്പോഴേക്കും ഇയാൾക്ക് എന്താവും, വയസ്സായിട്ടുണ്ടാവും. ഇയാൾ ഒരു ദിവസം എന്ത് ചെയ്യും, മരിക്കും. സാർ ഇത്രയൊക്കെ ഉണ്ട്? ഇത്രയൊക്കെ ഉണ്ട്. ഓക്കെ, അതിന് കാരണം കേരള മോഡൽ എന്ന് പറയുന്നത് 1960 മുതൽ ഓക്കെ 2020 വരെ ഓക്കെ ഒരു 60 to 70, 70 to 80, 80 to 90, 90 to എന്താണ് ആക്ച്വലി 2000, 2000 to എന്താണ് 2010, 2010 എന്താണ് 2020 എന്ന് വെച്ചാൽ 60 വർഷ കാലാവധിയിലാണ് നമ്മൾ കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ ഇവല്യൂഷൻ ഉള്ളത്.
അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഓക്കെ, ഒരു മനുഷ്യൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 60 വയസ്സിലൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഓക്കെ സാർ, 70, 80, എന്റെ മുത്തശ്ശൻ 90 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. ഓക്കെ, ഇല്ല ഒന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാൾ 60 വയസ്സ്, ഒരു ഹെൽത്തി ആയിട്ട് 60 വയസ്സൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരാളുടെ എന്താണ് കുട്ടിയായപ്പോ തൊട്ട് 60 വയസ്സായപ്പോ ഉള്ളവരുള്ള കഥയാണ് കേരള മോഡൽ ഡെവലപ്മെന്റിന്റെ ഇവല്യൂഷൻ. എന്തുകൊണ്ടാണ് 1960 കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഗവൺമെന്റ് തന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അടിത്തറയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഗവൺമെന്റ് ആരായിരുന്നു? ആക്ച്വലി EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. അതാണ് ഒന്നാം കേരള സർക്കാരിന്റെ ഗവൺമെന്റ്. അവർ തന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അടിത്തറയിട്ടു. അപ്പൊ എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 വാക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചുവപ്പിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ചുവപ്പിൽ എഴുതിയിരിക്കുന്നത്? ബേസിക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. 2 മഞ്ഞയിൽ എഴുതിയിട്ടുണ്ട്. എന്താ മഞ്ഞയിൽ എഴുതിയിരിക്കുന്നത്? വെരി ലോ പെർ ക്യാപിറ്റ ഇൻകം. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, എങ്കിലും നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും. അതെങ്ങനെയാ സാർ? കയ്യിൽ പൈസയില്ല, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എങ്ങനെയാണ്? ബെറ്ററുമാണ്. ഇത് എങ്ങനെയാ വരിക? ഇനി അടുത്ത ഡൗട്ട്, സാർ എന്താ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിനെ, ഒരു ഹ്യൂമനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻഡെക്സ്. എന്തൊക്കെയാ ഒരു ഹ്യൂമന് വേണ്ടത്? ഹ്യൂമൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നല്ല വീട്, നല്ല ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഓക്കെ, പിന്നെന്താ സുരക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല ഒരു ബേസിക് ആയ ആളുകൾക്ക് വേണ്ട കാര്യമുള്ളത്. അതെ, അതിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ത് ഇൻഡിക്കേറ്റേഴ്സ്. അത് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് നല്ല ഭക്ഷണം തരണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ? നിങ്ങൾക്ക് നന്നായിട്ട് വിദ്യാഭ്യാസം തരണമെങ്കിൽ കയ്യിൽ പൈസ വേണം. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ആരുടെ കയ്യിൽ പൈസ ഇല്ല സർ? കേരള ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ല. എപ്പോ തൊട്ട് പൈസ ഇല്ല സർ? ഒന്നാം സർക്കാർ തൊട്ട് പൈസ ഇല്ല. ഓക്കെ, മൊത്തത്തിൽ നമ്മുടെ ഗവൺമെന്റ് കയ്യിൽ പൈസ ഇല്ല. സാർ ഇപ്പൊ 2025 നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് എന്താണ്? കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, അപ്പൊ ഇത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എങ്കിലും ഓക്കെ, നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എടുക്കുക. എന്താണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ അതിൽ ഏറ്റവും ടോപ്പ് ആരായിരിക്കും? കേരളമായിരിക്കും. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ഇൻഡെക്സ് എടുക്കുക, അതിൽ ടോപ്പ് ആരായിരിക്കും? കേരളമായിരിക്കും. ഓക്കെ, അതേപോലെ എന്താണ് എഡ്യൂക്കേഷൻ ഇൻഡെക്സ് എടുക്കുക, ഏറ്റവും കൂടുതൽ സാക്ഷരത അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൂടുതലുള്ള സംസ്ഥാനമായി കണക്കാക്കുന്ന ആരെയായിരിക്കും? കേരളത്തിനായിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യം എടുക്കുക, ഏറ്റവും ബെസ്റ്റ് ആരോഗ്യ സർവീസ് ഉള്ള ഒരു സംസ്ഥാനമായി കണക്കാക്കുന്ന, ഇന്ത്യയിൽ തന്നെ കണക്കാക്കുന്നത് ആരെയായിരിക്കും? കേരളത്തിനായിരിക്കും. ഇതെല്ലാം കേരള ഗവൺമെന്റ്, ഓക്കെ, ഇതൊരു പർട്ടിക്കുലർ പാർട്ടി അല്ല പറയുന്നത്, വിവിധ ഗവൺമെന്റുകൾ, ഓക്കെ, അതിൽ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, ആര് വേണമെങ്കിൽ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി EMS ആയിക്കോട്ടെ, അല്ലെങ്കിൽ കരുണാകരൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ അച്യുതമേനോൻ ആയിക്കോട്ടെ, EK നായനാർ ആയിക്കോട്ടെ, അച്യുതാനന്ദൻ ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, ഞാനൊരു പർട്ടിക്കുലർ ആളെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിയോ അല്ല പറയുന്നത്. നമ്മളും അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓക്കെ, നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ഇന്ത്യയിൽ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ റാങ്ക് ഉണ്ടാക്കണേ ആര് വരും? കേരളം വരും. പക്ഷെ അവിടെ പ്രശ്നം എന്താ? ലോ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? ലോ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ എങ്ങോട്ട് കയറി? എന്താ പറയാ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലേക്ക് കയറി. ആ കഥയാണ് നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അടുത്ത ഡൗട്ട്, സർ 2025 കേരളത്തിൽ വെരി ലോ പെർ ക്യാപിറ്റ ഇൻകം ആണോ? അല്ല മക്കളെ, അല്ല. ഓക്കെ, അപ്പൊ അത് വളരണമെങ്കിൽ ടൈം എടുക്കില്ലേ? എടുക്കും. എത്ര വർഷം എടുത്തു? 60 വർഷം എടുത്തു. അപ്പൊ ഒരാൾ കുട്ടിയായിരുന്ന സമയത്ത് കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, അയാൾ ടീനേജ് ആയി, കയ്യിൽ പൈസ ഇല്ല. അയാൾ എന്തായി? ആക്ച്വലി യുവാവായി, കല്യാണം കഴിച്ചു എന്ന് തോന്നുന്നു, പ്രശ്നം വന്നു. പിന്നീട് പതുക്കെ പതുക്കെ എന്തായി? ഡെവലപ്പായി 60ാമത്തെ വയസ്സെത്തിയപ്പോ കയ്യിൽ എന്ത് വന്നു? പൈസയും വന്നു. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്തായിരുന്നു? ബെറ്റർ ആയിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ വീട്ടിലുള്ള ആളുകളൊക്കെ എന്താ? ഓക്കെയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കയ്യിൽ എന്തുണ്ട്? പൈസയുണ്ട്. തൊട്ടടുത്ത് നോക്കാൻ ആളുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ഓക്കെ, അപ്പൊ കയ്യിൽ പൈസ ഇല്ലാത്തൊരു വ്യക്തി കുറച്ച് ബെറ്റർ ആവണമെങ്കിൽ സമയം എടുക്കില്ലേ? എത്ര സമയം എടുത്തു വെച്ചാൽ എന്താ പറയാൻ പോണത്? 60 വർഷം എടുത്തു. അപ്പൊ ഒരാള് പണക്കാരനായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ബെറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ എന്താണ് ആക്ച്വലി പൂവർ ടു റിച്ചസ്, അതായത് എന്താ?
പൈസ ഇല്ലാത്ത ഒരാള് പൈസക്കാരനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്താ പറയാ, മോനെ അവനെ കണ്ടു പഠിക്ക്. ഓക്കെ, അതല്ലേ കാലാകാലങ്ങളായി കേട്ടിരിക്കുന്നത്. മോനെ അല്ലെങ്കിൽ മോളെ നീ എന്താ ചെയ്യുന്നത്, അവിടെ ആ ഉണ്ണിയെ കണ്ട, നല്ലവനായ ഉണ്ണി, അവനെ കണ്ടു പഠിക്ക് എന്നല്ലേ പറയാ. ഓക്കെ, നല്ലവനായ ഉണ്ണി കഞ്ചാവ് ഗുണം നമുക്കേ അറിയുള്ളൂ, പക്ഷെ നല്ലവനായ ഉണ്ണി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം, മൊത്തത്തിൽ എല്ലാവരും എന്ത് പറയും, അവനെ കണ്ടു പഠിക്കുന്നു പറയും. അപ്പൊ ഈ സോഷ്യൽ സയന്റിസ്റ്റും എക്കണോമിക്സും എന്ത് പറഞ്ഞു, ആക്ച്വലി ദാ മോനെ കേരളത്തെ കണ്ടുപിടിക്കുക. ഓക്കെ, കേരളത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നോക്ക് കേരളം ഇങ്ങനെ ഇരുന്ന കേരളം ഇങ്ങനെയായി. എങ്ങനെയായി? അതിന്റെ കാരണം എന്താ, കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മളെ കൊണ്ട് എന്ത് ചെയ്തു, പഠിക്കാൻ പറഞ്ഞു PSC. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിൽ പറയണമെങ്കിൽ അവിടെ പച്ച നിറത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സാർ പച്ച നിറത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് വിത്ത് ലോ പെർ ക്യാപിറ്റ ഇൻകം. അപ്പൊ കേരള മോഡലിനെ കുറിച്ച് വരാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എക്സാമിന്. എന്താ കേരള മോഡൽ എന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ ഉണ്ടാവുക, ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ബെറ്റർ ആണോ? അതെ. ലോ പെർ ക്യാപിറ്റൽ ഇൻകം, കയ്യിൽ ലോ പെർ ക്യാപിറ്റൽ ഇൻകം ആയിട്ടും ഹ്യൂമൻ ഡെവലപ്മെന്റ് ബെറ്റർ ആയോ? ബെറ്റർ ആയി മക്കളെ, ബെറ്റർ ആയി. ഓക്കെ, എങ്കിൽ ബെറ്റർ ആയത് മെഷർ ചെയ്യണ്ടേ? മെഷർ ചെയ്യണം. ഓ ഫൈൻ. അപ്പൊ തുടക്കത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ബെറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫേസിൽ എന്ത് വരും, പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യും, ഗ്രോ ആവും. അത് പറഞ്ഞത് മനസ്സിലായില്ല. ഓക്കെ, തുടക്കത്തിൽ നമ്മുടെ ഹീറോന്റെ കയ്യിൽ, അതായത് നമ്മൾ ഒരാളിനെയാണ് കമ്പയർ ചെയ്യുന്നത്, ഒരു കുട്ടിയായ ഒരാൾ 60 വയസ്സായിട്ട് ആളായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, തുടക്കത്തിൽ അയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, പിന്നെ അയാൾ എന്തായി, പൈസക്കാരനായി. കഷ്ടപ്പെടാൻ വേണ്ടി എത്ര വർഷം എടുത്തു? 60 വർഷം എടുത്തു. എപ്പോഴാണ് അയാൾ തുടങ്ങിയത്, ആക്ച്വലി 1960. എപ്പോഴാണ് അയാൾ അവസാനിച്ചത്? 2020. സോ 2020 എന്താ വന്നത്, കൊറോണ. ഓക്കെ, അതിനുശേഷം വേറെ കഥയുണ്ടാ? വേറെ കഥയുണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയുടെ ടൈം ലൈൻ ഏതാ, ഇവല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കഥയുടെ ടൈം ലൈൻ എത്രയാ, 1960 മുതൽ 2020 വരെ. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. എങ്കിൽ നമ്മുടെ കേരളത്തിൽ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഉണ്ടായി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള സൊസൈറ്റിയിൽ എന്ത് വന്നു, മാറ്റം വന്നു. എന്ത് മാറ്റമാണ് വന്നത്, ഇപ്പൊ പഠിക്കും. മാറ്റം വരാനുള്ള കാരണം എന്താ, കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ റിസൾട്ട് ആയിട്ട് കേരളത്തിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടോ? ഉണ്ട്. അടിച്ചു പറയും. എങ്ങനെ അടിച്ചു പറയും? എല്ലാവിധ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും ആരാണ് ഫസ്റ്റ്? കേരളമാണ് ഫസ്റ്റ്. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആളുകളുടെ കയ്യിൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ആളുകളുടെ കയ്യിൽ നല്ല ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ, ആളുകളുടെ കയ്യിൽ എന്താ, അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ ആഗ്രഹിക്കില്ലേ? അപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ജോലി ചെയ്യില്ലേ? അങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ബെറ്റർ ആവില്ലേ? ഒരാൾ ബെറ്റർ ആയാൽ ഒരു വീട് ബെറ്റർ ആവില്ലേ? ഒരു വീട് ബെറ്റർ ആയാൽ ഒരു ഗ്രാമം ബെറ്റർ ആവില്ലേ? ഒരു ഗ്രാമം ബെറ്റർ ആയാൽ ഒരു സംസ്ഥാനം തന്നെ, അല്ല ജില്ല ബെറ്റർ ആവില്ലേ? നേരെ സംസ്ഥാനത്തിൽ പോണ്ട, ജില്ല ബെറ്റർ ആയാൽ സംസ്ഥാനം തന്നെ ബെറ്റർ ആവില്ലേ? ഓക്കെ, അപ്പൊ കേരളം എന്തായി, ബെറ്റർ ആയി. അത് എപ്പോഴായത്, സെക്കൻഡ് ഫേസ്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് കാര്യം മനസ്സിലായി. ഈ 1960 ടു 2020 രണ്ട് ഫേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 60 ടു 2020 നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്, രണ്ട് ഫേസ് ആയിട്ടാണ്. ഫേസ് 1 ഇതിനെ ഞാൻ വിളിക്കാൻ പോകുന്ന പേരാണ് സ്ട്രഗ്ലിംഗ് ഫേസ്. ഫേസ് 2 ഇതിനെ ഞാൻ വിളിക്കാൻ പോകുന്ന പേരാണ് റിസൾട്ടിംഗ് ഫേസ്. സ്ട്രഗ്ലിംഗ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, പൈസ ഇല്ലാത്ത നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ടോപ്പ് ആവണം. അതായത് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്യണം, കൊടുത്തിട്ടുണ്ടാവണം. സെക്കൻഡ് ഫേസിൽ നമ്മുടെ കയ്യിൽ പൈസ വരുന്നു, നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുന്നു, ബെറ്റർ ആക്കുന്നു. കേരളം ഇന്ന് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, മാറുന്നു. അതിന് കാരണം ആരാണ് സാർ? ഓക്കെ, ഹൂ ഈസ് ദ ഹീറോ ഇൻ ദിസ്? ഈ കേരളത്തെ ഇങ്ങനെ മാറ്റിയതിൽ ആർക്കാണ് സാർ പങ്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ പറയണം. അയാളുടെ പേരാണ് ഗഫൂർ ക ദോസ്ത് വഴി. ഓക്കെ, എന്താണ്, ഉരുന്ന് ചാടി എങ്ങോട്ട് പോയി, ഗൾഫിലോട്ട് പോയി. ആ മണലാരണ്യത്തില് എന്താ പറഞ്ഞേ, ആ മണലാരണ്യത്തിൽ. ഓക്കെ, ആ മണലാരണ്യത്തിൽ പറഞ്ഞ വീണ്ടും ബസ് വന്നല്ലോ, വരും. ഓക്കെ, അവിടെ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പൈസ കേരളത്തോട്ട് അയച്ചു കൊടുത്ത പ്രവാസികളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കേരള മോഡൽ ഡെവലപ്മെന്റിൽ ഇപ്പോൾ കേരളത്തിൽ ഹൈ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിന്റെ അടിത്തറ ആറ് മക്കളെ, ആരാണത്? ആ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത പ്രവാസികളാണ് മക്കളെ, പ്രവാസികളാണ്. വേറെ ആരെങ്കിലും ആണോ? അല്ല അല്ല അല്ല. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി വരുന്നുണ്ട്. അപ്പൊ ആ
ഗൾഫ് കൺട്രിയിലോട്ട്. ഓക്കെ, ഗഫൂർ കാ ദോസ്ത് വഴി നമ്മുടെ ദാസനും വിജയനും ചാടിയതുപോലെ, എവിടെ നാടോടിക്കാറ്റിൽ ദാസനും വിജയനും ചാടിയതുപോലെ ഇവിടെ നിന്ന് ചാടിപ്പോയത് ആരാണ്? മെയിൽസ് ആണോ ഫീമെയിൽസ് ആണോ? മെയിൽസ് ആണ് പോയിരിക്കുന്നത്. സാർ ഇതിന്റെ ഇടയിൽ സാർ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവന്നു. എന്താണ് ആക്ച്വലി? മെയിൽസ് പറയുന്നു, ഫീമെയിൽ പോയില്ല എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താ ഈക്വാളിറ്റി ഒന്നും നോക്കരുത്. ഓക്കെ, സമാധാനമായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുക. എല്ലാത്തിനും അതിൻ്റെതായ കാരണമുണ്ട് ദാസ. ഓക്കെ, അതുകൊണ്ട് ഇവിടെ കേരള മോഡൽ ഡെവലപ്മെന്റിൽ സെക്കൻഡ് ഫേസിൽ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ലാർജ് സ്കെയിൽ ഇമിഗ്രേഷൻ ആണ്. അതായത് ഇവിടെ നിന്ന് വലിയ രീതിയിൽ മൈഗ്രേഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് പേര് പോയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടില് കുറെ കാലമായിട്ട് ഗൾഫിലുള്ള ഓക്കെ ഒരു മിനിമം ഒരു 60 ഇയേഴ്സ് 70 ഇയേഴ്സ് ആയിട്ടുള്ള അത്രയും പ്രായമായിട്ട് ഇപ്പൊ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ആരോടെങ്കിലും ചോദിക്കുക. ഓക്കെ അല്ലെ, അവരുടെ കുട്ടിക്കാലത്താവുമ്പോൾ ഗൾഫിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഗൾഫ് ഉണ്ടാക്കിയത് തന്നെ മലയാളികളാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. നമ്മളാണ് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ നമ്മളിലൂടെയാണ് ഇന്ത്യക്ക് എന്ത് വന്നത്? വിദേശ നാണ്യം വന്നത്. ആ നമ്മളിലൂടെയാണ് കേരളത്തിൽ എന്ത് കിട്ടിയത്? വിദേശ നാണ്യം കിട്ടിയത്. ഈ ഗൾഫിലേക്ക് പോയ ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ പോയി സെറ്റിൽ ആവാൻ തീരുമാനിച്ചിട്ടില്ല. അവരുടെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവിടെ നിന്ന് പൈസ അയക്കും. ആ പൈസ ഇവിടെ കിട്ടും, കേരളത്തിൽ കിട്ടും. ഇവിടെയാണ് അവർ വീട് വെക്കുക. ഓക്കെ, ഇവിടെ അവർ വീട് വെച്ചാലുള്ള ഗുണം എന്താ? വീട്ടിന് സിമന്റ് വേണ്ടേ, കല്ല് വേണ്ടേ, കമ്പി വേണ്ടേ, വീട് പണിയാൻ ആള് വേണ്ടേ? അപ്പൊ ഇവിടെ കുറെ പേർക്ക് അവര് കാരണം ജോലി കിട്ടിയില്ലേ? ഓക്കെ, ഇനി അവര് കുറച്ചയച്ച പൈസ കൊണ്ട് ഇവർ വീട് കെട്ടുക മാത്രമാണ് ചെയ്തത്. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആ കിട്ടുന്ന പൈസ കൊണ്ട് അവരെന്ത് ചെയ്യും? കുറച്ച് സാധനങ്ങൾ വാങ്ങും. അവര് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങും. ആ സാധനം വാങ്ങാൻ വേണ്ടി അവർ ആ പൈസ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാരി കച്ചവടക്കാരൻ ഉണ്ടെങ്കിൽ അവർക്കൊരു വ്യാപാരം ആയില്ലേ? ഓക്കെ, ഇവിടെയുള്ള എന്താണ് ഹോം അപ്ലയൻസസ് ഉണ്ടെങ്കിൽ അവർക്കൊരു വ്യാപാരം ആയില്ലേ? അപ്പൊ കേരളത്തിലെ വ്യാപാരത്തിൽ വലിയൊരു പങ്ക് വഹിച്ചത് ആരാണ്? ഗൾഫില് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, സാർ ഞങ്ങൾ കഞ്ഞിയല്ല, ഞങ്ങൾ കുഴിമന്തി കഴിക്കുന്ന ആളുകളാണ്. ശരി, സമ്മതിച്ചു. നിങ്ങൾ ഇത്രയും നന്നായിട്ട് കുഴിമന്തി കഴിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരാണ് സുഹൃത്തുക്കളെ? ഓക്കെ, അങ്ങോട്ട് ഗൾഫ് കൺട്രിയിലോട്ട് പോയിട്ടുള്ള അഡൽ മെയിൽ ആണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. കാരണം ഇനി വരാൻ പോകുന്ന സമയത്ത് മെയിൽസും ഫീമെയിൽസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. ആ അഡൽട്സ് മെയിൽ ആണ് എന്ത്? ഈ സ്റ്റേജ് 2 നമ്മളുടെ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോത്ത് എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആയോ? അതെ. ഓക്കെ, എങ്കിൽ ഓക്കെ ഇത് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഓക്കെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ത് ചെയ്തു? കൂട്ടി. അതെങ്ങനെയാ കൂട്ടിയത്? ആക്ച്വലി യങ് മെയിൽസ്, അതായത് യങ് മെയിൽസ് മാത്രമല്ല മൊത്തത്തിലുള്ള മെയിൽസ് എങ്ങോട്ട് പോയി? ഗൾഫിലോട്ട് പോയി. ഓക്കെ, അങ്ങനെ ഗൾഫിലോട്ട് പോയപ്പോൾ ഒരുപാട് പേർക്ക് ജോലിയായില്ലേ? ഒരുപാട് പേർക്ക് ജോലിയായി. അങ്ങനെയെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞില്ലേ? അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചാണ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി എന്റെ ചോദ്യം, തൊഴിലില്ലായ്മ എന്ന് വെച്ചാൽ എന്താ? നിങ്ങളിൽ എത്ര പേർക്ക് തൊഴിലുണ്ട്? ഓക്കെ, തൊഴിലുള്ള ആളുകൾ വളരെ കുറവല്ലേ ഉണ്ടാവുക? ഓക്കെ, അല്ല കേസിനൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ എന്തുണ്ടാവും? വർക്കിംഗ് ആളുകളായിരിക്കും. സാധാരണഗതിയിൽ സെക്രട്ടറി അസിസ്റ്റന്റ് പഠിക്കുന്ന 95% ആളുകളും എന്തായിരിക്കും ഉണ്ടാവുക? ആക്ച്വലി തൊഴിൽ രഹിതരായിരിക്കും. നിങ്ങളല്ലേ ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ ഇത് പഠിക്കുന്നത്? അതെ. അപ്പൊ ഒരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താ? ആ ജോലിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. എനിക്ക് ജോലി വേണം എന്ത് ചെയ്യണം? പറയണം. അത് പറഞ്ഞതിന് ശേഷം ആ ജോലി സ്ഥലങ്ങളിൽ പോയി അതിനുവേണ്ടി എന്ത് ചെയ്യണം? പ്രയത്നിക്കണം. അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഉണ്ട്. ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം? പറയാവുന്നതാണ്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഉണ്ട്. ഓക്കെ, അയാളെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണിയെടുപ്പിക്കാൻ വേണ്ടി പറ്റും. രണ്ട് പ്രത്യേക കാരണങ്ങളാൽ. ഓക്കെ, ഒന്ന്, അയാൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. രണ്ടാമത്തെ, അയാൾ ജോലി ചോദിച്ചു പോയി കഴിഞ്ഞാൽ ആ ചോദിക്കുന്ന വ്യക്തി ഒരു പ്രത്യേക വിഭാഗത്തിലായതുകൊണ്ട് മിക്കവാറും ജോലി എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. അത് ആരാണ് സാർ ഈ വ്യക്തി? അവരുടെ പേരാണ്
വുമൺ, സ്ത്രീകൾ. സോ സ്ത്രീകൾക്ക് ഇപ്പൊ ജോലി കിട്ടുന്നുണ്ടല്ലോ. എന്റെ മക്കളെ 1960 തൊട്ട് 2020 വരെയുള്ള കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കുട്ടിയായിട്ടേ ഉള്ളൂ. 1960കളിലാണ് നിൽക്കുന്നത്. 60, 70, 80 അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, എത്തണം. ഓക്കെ, ഗഫൂർക്ക ദോസ്തിൽ ചാടാൻ പോകുന്നത് അപ്പോഴായിരിക്കും. ഇപ്പൊ ഒന്നും ആരും ഗഫൂർക്ക ദോസ്തിൽ ചാടാൻ പോവില്ല. അത് പഴയ സിനിമയിലായിരിക്കും പോയിട്ടുണ്ടാവുക. ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, വേറെ എന്തെങ്കിലും റൂട്ടിലൊക്കെയാണ് പോവുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡണ്ണാണല്ലോ. നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടേക്ക് വിമാനത്തിൽ തന്നെയാണ് പോകേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ ഇപ്പൊ അവിടെ മനസ്സിലാക്കുക, ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം അൺഎംപ്ലോയ്മെന്റ് എന്താണെന്നുള്ളതാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു പരിധി വരെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കേരള മോഡൽ ഡെവലപ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആളുകൾ ഗൾഫിലേക്ക് പോയി. ആര് ഗൾഫിലേക്ക് പോയി നമ്മൾ പഠിച്ചത്? ആക്ച്വലി അഡൾട്ട് മെയിൽ ആണ് ഗൾഫിലോട്ട് പോയിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, എങ്കിൽ ഇവിടെ ഫീമെയിൽ ബാക്കിയില്ലേ? ഉണ്ട്. ആ ഫീമെയിലിന് രണ്ട് പ്രശ്നമുണ്ട്. രണ്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ജോലി ചോദിക്കുന്നുണ്ട്. അവർക്കും ഗൾഫിൽ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എന്തുകൊണ്ടാ പറ്റാത്തത്? ആക്ച്വലി അവര് ഫീമെയിൽ ആണ്, അവര് സ്ത്രീയാണ്. അപ്പൊ ഇത്രയും ദൂരം ഗഫൂർക്ക ദോസിനെ പോലെ ചാടാനൊന്നും പറ്റിയെന്ന് വരില്ല. പിന്നെ അവിടെ പോയിട്ട് എന്താണ്, ആക്ച്വലി വർക്ക് ചെയ്യുന്ന വർക്ക് ഡിഫറെന്റ് ആണ്. അപ്പൊ നിനക്ക് എന്ത് ചെയ്യില്ല, ഇത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇനി നാട്ടിൽ എന്തെങ്കിലും പണിയെടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പണി എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതിന് കാരണം എന്താ? സ്ത്രീയാണ്. ഓക്കെ, അപ്പൊ ഒരു പ്രശ്നം, സ്ത്രീയാണ് എന്നതിന്റെ പേരിൽ ഓക്കെ വർക്ക് കിട്ടാതിരിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. രണ്ടാമത്തത്, എനിക്ക് വീട്ടിൽ എന്താ ഹൗസ് വൈഫായി ഇരുന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട, അവിടെ നിന്ന് പൈസ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുന്നതായിരിക്കും, ഞാൻ വീട്ടിൽ സന്തോഷമായി എന്ത് ചെയ്യാം, അങ്ങനെ ഇരിക്കാം. അപ്പൊ നോട്ട് സീക്കിംഗ് വർക്ക്, ജോലി ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന വിഭാഗം സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എപ്പോഴും മുമ്പിൽ ആരാ നിൽക്കുക? സ്ത്രീകളാണ് നിൽക്കുക. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് നോക്കൽ എന്താണ്, ഒരു ജോലി തന്നെയാണ്. ഞാൻ പറയാൻ പോകുന്നത് ഫെമിനിസത്തിനെതിരോ സ്ത്രീകളതായിട്ടോ ഒന്നുമല്ല പറയാൻ പോകുന്നത്, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലെ? നമുക്ക് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബറിൽ രണ്ട് കാര്യമാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം, ജോലി ചോദിക്കുന്നു, കിട്ടുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ജോലി ചോദിക്കുന്നേ ഇല്ല, ജോലി ചോദിക്കുന്നു, കിട്ടുന്നില്ല എന്നുള്ളതും. ഓക്കെ, ജോലി ചോദിക്കുന്നേ ഇല്ല എന്നുള്ളതും സ്ത്രീകളെ പുരുഷന്മാരെക്കാളും കൂടുതൽ എന്തുള്ളതാ? സ്ത്രീകളുള്ളതാ. അപ്പൊ കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടോ? ഉണ്ട്. ആ തൊഴിലില്ലായ്മ പ്രധാനമായിട്ടുള്ളത് ഏത് വിഭാഗത്തിലാണ്? സ്ത്രീകളിലാണ് പ്രധാനമായിട്ട് തൊഴിലില്ലായ്മ എന്താണ് ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കുന്നത്. ഓക്കെ, അത് അപ്പോഴും അത് ഇപ്പോഴും. സാർ ഇപ്പൊ എന്താ എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, അതിലേക്ക് ഞാൻ വരും. അപ്പോൾ ഒരു 60s 70s 80s സമയത്ത്, 60കൾ 70കൾ 80കൾ ഈ സമയത്ത് എന്താണ് കേരളത്തിലെ സിറ്റുവേഷൻ? ഓക്കെ, ഇവിടെ നിന്ന് മെൻ എങ്ങോട്ട് പോകുന്നു? ഗൾഫിലോട്ട് പോകുന്നു. വുമൺ എവിടെ ഇരിക്കുന്നു? ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർക്ക് വർക്ക് ഉണ്ടാ? ഉണ്ട്. അതിന് കാരണം ആരാ? ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഗൾഫിൽ പോയ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? അവിടെ വീടുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? ആ കിട്ടുന്ന പൈസ മുഴുവൻ എങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു? കേരളത്തിലെ വീടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവര് സാധനം വാങ്ങുന്നു, അവര് വീടുണ്ടാക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് വരുന്നത്. ഓക്കെ, അതിൽ ആര് പിന്നിലോട്ട് പോയി? വുമൺ പിന്നിലോട്ട് പോയി. ആ വുമണിന്റെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ഉണ്ടെങ്കിൽ അതിന് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന്, ജോലി ചോദിക്കുന്നു, സ്ത്രീ ആയതുകൊണ്ട് കിട്ടുന്നില്ല. രണ്ടാമത്തെ, ജോലിയെ വേണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? വീട്ടിലിരിക്കുന്നു. ഇത് കൂടുതൽ എപ്പോഴും ആരിലായിരിക്കും? സ്ത്രീകളിലായിരിക്കും. ആരെക്കാളും കൂടുതൽ? മെന്നിനെക്കാളും കൂടുതൽ. ഇത്രയും മനസ്സിലായ? ഇത്രയും മനസ്സിലായെങ്കിൽ ഓക്കെ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നതും ഓക്കെ, എഡ്യൂക്കേറ്റഡ് വുമണിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്
കേരളത്തില് വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു സിസ്റ്റമായി നമ്മൾ കണക്കാക്കുന്നു. അതിന് കാരണം കേരളത്തിലെ വുമണിന് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പണ്ട് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് കേരള മോഡൽ. അപ്പൊ അവർ പഠിക്കുന്നുണ്ടാ? ഉണ്ട്. മിനിമം അവരൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ നേടുന്നുണ്ട്. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70s 80s എന്താണ് ആക്ച്വലി ഒരു വലിയ സംഭവമാണ്. അത് സ്ത്രീകളും നേടുന്നുണ്ട്. നേടിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതെന്തായിട്ട് വരും? അണ്ടർ യൂട്ടിലൈസേഷൻ ആയിട്ട് വരും. ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ കേരളത്തിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്, PG ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ട്. അവര് സ്ത്രീയാണ് എന്നതിന്റെ പേരിൽ, വീട്ടിനടുത്ത് വർക്ക് കിട്ടണം എന്നതിന്റെ പേരിൽ, കുട്ടികളെ നോക്കാനുണ്ട് എന്നതിന്റെ പേരിൽ, വീട് എന്ത് ചെയ്യണം, നന്നായി ശ്രദ്ധിക്കണം എന്നതിന്റെ പേരിൽ അവർക്ക് ഇഷ്ടമുള്ള ജോലി, അല്ലെങ്കിൽ അവരുടെ വർക്കിന് ഇഷ്ടമുള്ള ജോലി, അല്ലെങ്കിൽ അവര് പഠിച്ചതിന് ഇഷ്ടമുള്ള ജോലി, അവരുടെ കഴിവിനുള്ള ജോലി എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. അത് ഇപ്പോഴും എന്താണ്? ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു PSC ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ LP UP ഒക്കെ വരികയാണല്ലോ, ടീച്ചർ എക്സാം ഒക്കെ വരികയാണല്ലോ. ഈ ടീച്ചർ എക്സാമിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുക സ്ത്രീകളായിരിക്കുമോ പുരുഷന്മാരായിരിക്കുമോ? സ്ത്രീകളായിരിക്കും. എന്തുകൊണ്ടാണ് ടീച്ചർ ജോബിൽ സ്ത്രീകൾക്ക് ഇത്ര അധികം തള്ളിക്കയറ്റമുള്ളത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ടീച്ചർ ആവാനുള്ള ആഗ്രഹം കൊണ്ടാണോ? അല്ല. ഓക്കെ, ഒന്ന്, ടീച്ചറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്, 10 to 4. സാറ്റർഡേ സൺഡേ എന്താണ്? ഹോളിഡേ ആണ്. ഓക്കെ, എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. അപ്പൊ വീട്ടിലെ പണിയും നടക്കും, എന്ത് നടക്കും? പുറമേ ഉള്ളതും നടക്കും. അതുകൊണ്ടാണ് ടീച്ചർ ജോബിലേക്ക് കൂടുതൽ വുമണിനെ ആര് തള്ളിക്കയറ്റുന്നത്? സൊസൈറ്റി തള്ളിക്കയറ്റുന്നത്. ഇപ്പൊ കല്യാണം കഴിക്കണ്ടേ? ഇപ്പൊ ഇത് കാണുന്ന ഒരുപാട് ബോയ്സിനോട് ഞാൻ എന്റെ ചോദ്യം ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര പേര് ആർമിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ പോലീസിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഒരു CBI ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ആയുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ എന്താ പൈലറ്റ് ആയിട്ട് ഡെയിലി കറങ്ങി നടക്കുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ളവരെ എത്ര പേര് മാരേജ് മാർക്കറ്റിൽ ചൂസ് ചെയ്യും? ഓക്കെ, ബുദ്ധിമുട്ടല്ലേ? സ്ത്രീകൾ നോക്കുമ്പോൾ എപ്പോഴാണ് അവരെന്താ നോക്കുക? ജോലി വേണം. പക്ഷെ ജോലി എന്തായിരിക്കണം? അടുത്തുള്ളായിരിക്കണം. ഓക്കെ, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവില്ലേ? സ്ത്രീകൾ കണ്ടീഷൻസ് ഇല്ല എന്നല്ല, കണ്ടീഷൻസ് ഉണ്ടാവില്ലേ? ഉണ്ട്. ഓക്കെ, എങ്കിൽ അവര് പഠിച്ച രീതിയിലുള്ള, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള, അവർക്ക് കഴിവുള്ള രീതിയിലുള്ള ജോലി അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു PSC പഠനത്തിലും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്ത്രീകളല്ലേ? ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്യും? PSC പഠിക്കാൻ വേണ്ടി വരും. എന്തുകൊണ്ടാണ് അവരെ PSCയിലേക്ക് ഇത്രയും തള്ളിക്കയറ്റം വരുന്നതും ഗവൺമെന്റ് ജോലിക്ക് ഇത്രയും തള്ളിക്കയറ്റം വരുന്നതും? ഇതേപോലെ തള്ളിക്കയറ്റം നമുക്ക് എവിടെ കാണുന്നില്ല? ഓക്കെ, ഒരു കോർപ്പറേറ്റ് ജോബിൽ കാണുന്നില്ല, അല്ലെങ്കിൽ എന്താ ഒരു എന്ത് ജോബ്, കൺസ്ട്രക്ഷൻ ജോബിൽ കാണുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു ലോജിസ്റ്റിക്സ് ജോബിൽ കാണുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആർമി റിക്രൂട്ട്മെന്റിൽ കാണുന്നില്ല, അല്ലെങ്കിൽ എന്താ ഈ PSC തന്നെ. ഓക്കെ, CPO ഉണ്ട്, WCPO ഉണ്ട്. CPOയുടെ എഴുതുന്ന ആളുകളുടെ എണ്ണം എന്താണ് ആക്ച്വലി കൂടുതലാണ് ഏതിനേക്കാളും? WCPOനെക്കാളും. ഓക്കെ, അതിൽ ചില പ്രത്യേക ജോലികൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇതൊന്നും എഴുതുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അങ്ങനെ വുമണിന് ഈ ഡിഫറൻസ് ഫീൽ ചെയ്യുന്ന ഈ സംഭവത്തിന്റെ പേരാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെയും നമ്മൾ തൊഴിലില്ലായ്മയിൽ എന്ത് ചെയ്യും? കൂട്ടുന്നതായിരിക്കും. എങ്ങനെയാ കൂട്ടുക? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞ സംഭവത്തിലാണ് കൂട്ടുക. അങ്ങനെ കൂട്ടുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വിളിക്കാൻ പോകുന്ന ഒരു പ്രത്യേക പേരാണ് സ്പെക്ടാക്കുലർ ഫെയിലിയർ. ഓക്കെ, പരാജയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സ്പെക്ടാക്കുലർ ആണ്. സ്പെക്ടാക്കുലർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ ഇതിവിടെ എഴുതിയിട്ടുണ്ട്? അതിശയകരമായ പരാജയം. സർ, ഇങ്ങനെയൊക്കെ വേർഡ് ഉണ്ട്. ഈ സ്പെക്ടാക്കുലർ ഫെയിലിയർ എസ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ആരാണ്? കേരളമാണ്. ഓക്കെ, അതിന് കാരണം എന്താ? എഡ്യൂക്കേഷനിൽ ഫസ്റ്റ്, ഹെൽത്തിൽ ഫസ്റ്റ്,
സുസ്ഥിര വികസനത്തിൽ ഫസ്റ്റ്. ഓക്കെ, പൊളിറ്റിക്കൽ അവയർനെസ്സിൽ ഫസ്റ്റ്. ഇന്ത്യയിൽ എന്താണ് ആക്ച്വലി ഏറ്റവും നന്നായിട്ട് സോഷ്യലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ആര്? കേരളം. എങ്കിലും സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പഠിച്ച രീതിയിലുള്ള തൊഴിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സ്ത്രീകൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ എന്താണ്? കുറവാണ്. സ്ത്രീകളെ എന്ന് പറയുന്നതിൽ അവർ ജോലി ചെയ്യുന്ന കാര്യത്തിൽ അവർക്കുള്ള ക്വാളിഫിക്കേഷനും അവർ ചെയ്യുന്ന ജോലി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു സൊസൈറ്റി നമുക്ക് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ടോ? ഉണ്ട്. അവർ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇത്രയും പഠിച്ച ആളുകളെ നമ്മൾ എന്തിലെങ്കിലും യൂട്ടിലൈസ് ചെയ്യണ്ടേ? നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വെറും ഫെയിലിയർ ആണോ? അല്ല, സ്പെക്ടാക്കുലർ ഫെയിലിയർ. ആളുണ്ട്, ആളെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആയ? ഇതിനെല്ലാം കാരണം റൂട്ട്. റൂട്ട് എന്ന് വെച്ച അർത്ഥം എന്നാണ് ആക്ച്വലി ഒരു ചെടിയുടെ വേര് അല്ലെ. അപ്പൊ വേരില്ലെങ്കിൽ ആ ചെടി ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇതിനെല്ലാം കാരണമായിട്ടുള്ള ആ ഇമ്പോർട്ടന്റ് ആയ കാരണം എന്താ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാൻ പോണത്? ആക്ച്വലി ഗവൺമെന്റിന് ഓക്കെ പബ്ലിക് ഫിനാൻസും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്റെ ചോദ്യം എന്താണ് സാർ ഈ പബ്ലിക് ഫിനാൻസ് ആൻഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അപ്പൊ രണ്ട് വാക്കുണ്ട്. രണ്ട് വാക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ വാക്കിന്റെ പേര് പബ്ലിക് ഫിനാൻസ്, രണ്ടാമത്തെ വാക്കിന്റെ പേര് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, ആദ്യം നമുക്ക് പബ്ലിക് ഫിനാൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ആർക്ക് അടയ്ക്കുന്നത്? ഗവൺമെന്റ് അല്ലേ. അപ്പൊ നമ്മുടെ എല്ലാവരെയും ടാക്സ് മണി ആരുടെ കയ്യിലാണ് ഉള്ളത്? ഗവൺമെന്റ് കയ്യിലല്ലേ. അപ്പൊ പബ്ലിക് മണി, പബ്ലിക് ഫിനാൻസ് ആരുടെ കയ്യിലാണ് ഉള്ളത്? ഗവൺമെന്റ് കയ്യിലല്ലേ. ആ പൈസ കൊണ്ട് ഗവൺമെന്റ് പുട്ടടിക്കുകയാണോ വേണ്ടത്? അല്ലല്ലോ. അത് നമുക്കുള്ള സംഭവം അല്ലേ, നമുക്കല്ലേ ചെയ്തു തരേണ്ടത്. അപ്പൊ അത് ചെയ്യുന്നതിൽ ആര് ഫെയിലിയർ ആയി? ഗവൺമെന്റ് ഫെയിലിയർ ആയി. ഓക്കെ, രണ്ടാമത്തെ കാര്യം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ആക്ച്വലി? പൊതുമേഖലയിലുള്ള നിക്ഷേപം. ഓക്കെ, നമ്മൾ നിക്ഷേപിച്ച എന്തിലാണ്? ഹെൽത്തിലാണ്, എഡ്യൂക്കേഷനിലാണ്. എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾ എവിടെ പോയി വർക്ക് ചെയ്യും? ഓക്കെ, നിങ്ങൾ എന്നാ പറ. നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലേ. ഓക്കെ, കയ്യിൽ എന്തുണ്ട്? ഡിഗ്രി ഉണ്ട്, കയ്യിൽ PG ഉണ്ട്. ഒരു PG ഇല്ലാത്ത ആളുകൾ നമുക്ക് എന്താണ് കിട്ടാൻ പറ്റില്ല. ഓക്കെ, എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓക്കെ, MBA ഉണ്ട്. തട്ടിയ മുട്ടിയ എന്താണ്? MBAയുടെ അടുത്താണ്, അല്ലെങ്കിൽ എഞ്ചിനീയറിന്റെ അടുത്താണ്. ഓക്കെ, അല്ലെങ്കിൽ PG ഉണ്ട്, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ട്. എത്ര പേരാ ഉള്ളത്? ഓക്കെ, LGS എക്സാമിനൊക്കെ ആളെ കിട്ടാനില്ല. അമ്മാതിരി ആളുകളുണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, LGS എക്സാം ആരും എഴുതുന്നില്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഡിഗ്രി ഉള്ളവരുടെ എണ്ണം എന്താ? കൂടുതലാണ്. എങ്കിൽ ഓക്കെ, അവിടെ എന്തെങ്കിലുമൊക്കെ ഫാക്ടറീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് കിട്ടുന്ന സംഭവം എന്തെങ്കിലും തുടങ്ങണ്ടേ? ഓക്കെ ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെയാണ് അവിടെ ഇരുന്നുകൊണ്ട് കാര്യമുണ്ടാ? അതിന്റെ ഇഫക്റ്റ് വേണ്ടേ? ഓക്കെ, ഇനി നിങ്ങൾ തന്നെ പറ. നമ്മളിലെ കുറെ പേര് പോയി കഷ്ടപ്പെട്ട് എവിടെ? ഗൾഫിൽ നിന്ന് പൈസ അയച്ചിട്ട് അതുകൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നതാണോ കാര്യം? അതോ കേരളത്തിൽ പഠിച്ചവർക്ക് കേരളത്തിൽ തന്നെ ജോലി കിട്ടുന്നുണ്ട്, ജോലിക്കുള്ള എന്തുണ്ട്? സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ളവർ ഇവിടെ തന്നെ പഠിക്കുന്നു, ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു, സന്തോഷമായിരിക്കുന്നു. ഇനി വേണ്ടവർ എന്ത് ചെയ്യുന്നു? പുറത്തു പോകുന്നു. അതാണോ നല്ലത്? ഓക്കെ, ഇപ്പോഴത്തെ ഒരു 2024-25 സിറ്റുവേഷൻ നോക്കിയേ. ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി അവരുടെ ഫസ്റ്റ് കാര്യം എന്താ? ഓക്കെ, ജെൻസി എന്ന് വിളിക്കുന്ന ആ യൂത്തിന്റെ ഫസ്റ്റ് അംബിഷൻ എന്താ? പുറത്തു പോകണം. പക്ഷെ അവര് പോകുന്ന എങ്ങോട്ടല്ല? ഗൾഫിലോട്ടല്ല. അവര് പോകുന്ന എങ്ങോട്ടാണ്? അങ്ങ് യൂറോപ്പിലോട്ടാണ്. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും നമ്മൾ പോകുന്നുണ്ടാ? ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ കയ്യിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തിന് പറ്റുന്ന ജോലി എവിടെ കാണാനില്ല? കേരളത്തിൽ കാണാനില്ല. ഓക്കെ, ഒരു ബേസിക് ആയിട്ടൊരു എഞ്ചിനീയർക്ക് നല്ല ശമ്പളം കിട്ടുന്നത് നമ്മൾ ഉടൻ എന്ത് ചെയ്യും? ചെന്നൈയിലോട്ട് വിടും, അല്ലെങ്കിൽ ബാംഗ്ലൂരിലോട്ട് വിടും. ഓക്കെ, ഒരു MBA പഠിച്ച ഒരാൾക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടണമെങ്കിൽ എവിടേക്ക് വിടും? ചെന്നൈയിലോട്ട് വിടും, ബാംഗ്ലൂരിലോട്ട് വിടും, മുംബൈയിലോട്ട് വിടും, ഡൽഹിയിലോട്ട് വിടും. ഇതല്ലേ ചെയ്യാൻ പോകുന്നത്. അവിടെ ഫാക്ടറി ഉണ്ട്, ഓഫീസസ് ഉണ്ട്. നമ്മുടെ അവിടെ ഫാക്ടറി ഓഫീസസ് കുറവാണ്. ഓക്കെ, നമ്മുടെ എന്താ ഉള്ളത്? എഡ്യൂക്കേഷൻ ഉണ്ട്, കഴിവുണ്ട്. കഴിവ് മാത്രമേ തൽക്കാലം നമ്മുടെ കയ്യിലുള്ളൂ. നമുക്ക് എന്ത് ചെയ്യില്ല? ജോലി കിട്ടില്ല. എങ്കിൽ അവിടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ടേ? ഓക്കെ, ഇതൊക്കെ നോക്കേണ്ട ഒരു കടമ എന്ന് പറയുന്നത് ഗവൺമെന്റിനില്ലേ? അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും. ഓക്കെ, ഒരു 60 മുതൽ 2020 വരെ ആയില്ലേ? ഇനിയും ഇതെല്ലാം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മോശമല്ല മക്കളെ. ഓക്കെ, അങ്ങനെയെങ്കിൽ പബ്ലിക് ഫിനാൻസും
പബ്ലിക് ഇൻവെസ്റ്റ്മെന്റും ഹാൻഡിൽ ചെയ്യുന്നതിൽ വരുത്തിയ പിഴവാണ് കേരള മോഡൽ ഡെവലപ്മെന്റിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത്. എന്താണ് സർ പ്രശ്നത്തിന്റെ പേര്? സ്പെക്ടാക്കുലർ ഫെയിലിയർ. എന്താണ് സ്പെക്ടാക്കുലർ ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വുമണിനെയും അതിലെ വർക്കിംഗ് ഏജ് പോപ്പുലേഷനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരെന്താ? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എല്ലാ വിഭാഗവും നടക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിലും മെജോറിറ്റി ആരാണ്? വുമൺ ആണ്. മെന്നിൽ ഇത് കുറയാനുള്ള കാരണം അവർക്ക് കേരളത്തിൽ കിട്ടിയ ജോലിയാണോ? അല്ല മക്കളെ, അല്ല. അവരെങ്ങോട്ട് പോയത് കൊണ്ടാണ്? മിഡിൽ ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലേക്ക് പോയത് കൊണ്ടാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നേരിട്ട് മെസ്സേജ് ചെയ്യണേ. നന്നായിട്ട് മനസ്സിലാക്കണേ. ഓക്കെ, എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താലോ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രാക്ടീസ് കോഴ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ: Kerala model is considered as the achievement in basic human development indicators despite a very low per capita income. Okay, കയ്യിൽ പൈസ ഇല്ലാതെ വെരി ലോ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടെങ്കിലും ബേസിക് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സിൽ എന്ത് ചെയ്തു? കേരളം അച്ചീവ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് കേരള മോഡൽ. ഇതല്ല ഇത്രയും നേരമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ് ആയാലും ഈ ക്ലാസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ. അപ്പൊ ഡെഫിനിഷൻ കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ അസഷൻ ശരിയാണല്ലോ? അതെ. റീസൺ: Kerala model development interested economics and other social scientists in the development of poor economics. Okay, അപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് ചെയ്തു എക്കണോമിക്സിനെ, എന്താണ്, വേറെ സോഷ്യൽ സയന്റിസ്റ്റിനെയും. എന്തിനു വേണ്ടിയിട്ടാ? ഡെവലപ്മെന്റ് ഓഫ് പുവർ എക്കണോമിക്സ് എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, പുവർ എക്കണോമിക്സിന് ഒരു മോഡലായിട്ട് ആര് മാറി? കേരളം മാറി, ഇല്ലേ? അങ്ങനെ പുവർ എക്കണോമിക്സിന് ഒരു മോഡലായിട്ട് കേരളം മാറണമെങ്കിൽ അതിനുള്ള കാരണം എന്താ? പൂർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട എന്താണ് രാജ്യങ്ങൾക്ക് ഒരു മോഡലായിട്ട് കേരളം മാറണമെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ലോ പെർ ക്യാപിറ്റ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് നടത്തി. ഓക്കെ, അതല്ലേ അവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ആദ്യം എയും ആറും ശരിയാണല്ലോ? ശരിയാണ്. ഓക്കെ, ഇനി എയും ആറും ശരിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഓപ്ഷൻസ് ആയിട്ട് വരിക. അപ്പൊ എ ഈസ് കറക്റ്റ്, ആർ ഈസ് റോങ്, എ ഈസ് റോങ്, ആർ ഈസ് കറക്റ്റ് എന്നുള്ളത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് റീസൺ അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുക. അസേഷൻ വായിച്ചതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, വൈ, എന്തുകൊണ്ടെന്ന് ചോദിക്കുക. ആ എന്തുകൊണ്ട് ചോദിക്കുന്നതിന്റെ ഉത്തരം എവിടെ കിട്ടണം? റീസണിൽ കിട്ടണം. റീസണിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ടിക്ക് ചെയ്യുക, കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ. റീസണിൽ കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷനിൽ എന്ത് ചെയ്യുക? ബി ടിക്ക് ചെയ്യുക, നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ എ. ഇനി ഇവിടെ എഴുതിയിരിക്കും നോക്കുക. കേരള മോഡൽ ഈസ് കൺസിഡേർഡ് ആസ് the achievement in basic human development indicator despite a very low per capita income. Okay, എന്തുകൊണ്ട്? കേരള മോഡൽ ഡെവലപ്മെന്റ് ഇൻട്രസ്റ്റഡ് എക്കണോമിക്സ് ആൻഡ് അതർ സയന്റിസ്റ്റ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് പുവർ എക്കണോമിക്സ്. ഓക്കെ, അതുകൊണ്ടാണോ കേരള മോഡൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എന്താ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഓക്കെ, കേരള മോഡൽ ബാക്കിയുള്ളവർക്കെല്ലാം എന്തായി? ഒരു മാതൃകയായി. ഓക്കെ, പുവർ എക്കണോമിക്സ് മുഴുവൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു മാതൃകയായില്ലേ? അപ്പൊ അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് വന്നില്ലേ? നമ്മുടെ സ്വന്തം അച്ചീവ്മെന്റ് അല്ലേ ബാക്കിയുള്ളവർക്ക് മാതൃകയാന്ന് പറഞ്ഞ? നിങ്ങളെ നോക്കിയിട്ട് ഒരു 10 പേര് പറയാണ് നിങ്ങളെ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് അല്ലേ? അച്ചീവ്മെന്റ് ആണോ അല്ലയോ? അതെ. ഓക്കെ, എങ്കിൽ റീസൺ അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എയും ആറും കറക്റ്റ് ആണ്. ആറാണ് എന്ത്? കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഓപ്ഷൻ ബി അല്ല മക്കളെ, ഓപ്ഷൻ എ ആണ്. ഞാൻ എന്ത് ചെയ്യാം? തിരുത്താം. ഓക്കെ, ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാ. ക്ലിയർ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ റീസൺ ഫോർ സ്പെക്ടാക്കുലർ ഫെയിലിയർ ഓൺ ദ പാർട്ട് ഓഫ് കേരള സ്റ്റേറ്റ്? അപ്പൊ അവിടെ വാക്കെന്താ? സ്പെക്ടാക്കുലർ ഫെയിലിയറിന് കാരണമായതില് ബെസ്റ്റ് ഓപ്ഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മോഡല് ഞാൻ ഡിഗ്രി പ്രിലിംസ് എടുത്താണ്. ഓക്കെ അല്ലേ? ജോഗ്രഫിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ഓർമ്മയില്ലേ? അതിൽ എല്ലാ കാര്യവും എഴുതി വെച്ചിട്ടുണ്ടാവും. അതിലെന്തായിരിക്കും? ഏകദേശം എല്ലാം ശരിയായിരിക്കും.
പക്ഷെ നമുക്ക് എടുക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ്, അതായത് ഏറ്റവും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് നോക്കാം, മനസ്സിലാവും. ഓക്കെ അല്ലേ? ആദ്യം ഞാൻ ചോദിക്കുന്നു, എന്താണ് സ്പെക്ടാക്കുലർ ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സ്പെക്ടാക്കുലർ ഫെയിലിയർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഓക്കെ, വുമണിനെ എന്ത് ചെയ്യുന്നുണ്ട്? അണ്ടർ യൂട്ടിലൈസ് ആണ്. ഇതല്ലേ ഒരു സ്പെക്ടാക്കുലർ ഫെയിലിയർ? എഡ്യൂക്കേറ്റഡ് വുമൺ എന്താണ്? അണ്ടർ യൂട്ടിലൈസ് ആണ്. ഇതല്ലേ ഒരു സ്പെക്ടാക്കുലർ ഫെയിലിയർ? അതിന് കാരണം ഓക്കെ, ലാർജ് സ്കെയിൽ എമിഗ്രേഷൻ ഓഫ് അഡൽട്ട് മെയിൽസ് ടു ദ ഗൾഫ് കൺട്രീസ്. ഓക്കെ, ഗൾഫ് കൺട്രീസിലേക്ക് പ്രധാനമായിട്ട് പോയത് ആരാണ്? അഡൽട്ട് മെയിൽസ് ആണ്. അഡൽട്ട് വുമൺ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഈ സ്പെക്ടാക്കുലർ ഫെയിലിയർ ഉണ്ടാവില്ല. ഒരു റീസൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷെ അത്ര റീസൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. ഒരു റിലേഷൻ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. The failure is rooted in the inability of the state to manage public finance as well as public investments. Okay, rooted, main cause എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, അവിടെ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ, അല്ലെങ്കിൽ ടാക്സ് ആയി കിട്ടിയ പൈസ മുഴുവൻ, അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ വലിയൊരു ഭാഗം കേരളത്തിലെ ഫാക്ടറി ഡെവലപ്മെന്റ് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഇവിടെയുള്ള വുമണിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവോ? ഉണ്ടാവും. ഓക്കെ, അപ്പൊ സ്പെക്ടാക്കുലർ ഫെയിലിയറിന് ഏറ്റവും പ്രധാനപ്പെട്ട ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? ഓപ്ഷൻ ബി ആണെന്ന് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ സി നോക്കാം. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ദ ലേബർ ഓഫ് എ സിഗ്നിഫിക്കന്റ് ഷെയർ ഓഫ് എഡ്യൂക്കേറ്റഡ് വുമൺ ഇൻ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. ഓക്കെ, അത് സ്പെക്ടാക്കുലർ ഫെയിലിയറിനെ എന്താ പറയാ, ഡിഫൈൻ ചെയ്തിരിക്കുകയാണോ അതോ റീസണെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണോ? സാർ ചോദിച്ചു മനസ്സിലായില്ല. സ്പെക്ടാക്കുലർ ഫെയിലിയർ എന്ന് വെച്ചാൽ എന്താ? ലേബർ ഫോഴ്സിലുള്ള എഡ്യൂക്കേറ്റഡ് വുമണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അണ്ടർ യൂട്ടിലൈസ് ചെയ്യുന്നു. അതല്ലേ ഇവിടെ ചോദിച്ച കാര്യം? എന്താ റീസൺ ഫോർ സ്പെക്ടാക്കുലർ ഫെയിലിയർ ആണ്. എങ്കിൽ സ്പെക്ടാക്കുലർ ഫെയിലിയറിന്റെ ഡെഫിനിഷൻ ആണോ വേണ്ടത് അതോ റീസൺ ആണോ വേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ശരിയായ പോലെ തോന്നും. ഓക്കെ അല്ലെ? ആ ഡിഗ്രി പ്രിലിംസിന്റെ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ഓർക്കുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും? മനസ്സിലാവും. അതിൽ വായിക്കുന്ന എല്ലാം ശരിയായ പോലെ തോന്നും. സമയം എടുക്കുകയും വേണം. പക്ഷേ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക ഏറ്റവും ബെസ്റ്റ് ഉണ്ടാവുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത് നമുക്ക് കിട്ടി, പക്ഷെ ഇത് എന്തുകൊണ്ടാ വരാത്തത് നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ദ പ്രോബ്ലം ഓഫ് ഹൈ എംപ്ലോയ്മെന്റ്, ദോസ് സീക്കിംഗ് വർക്ക് and underutilization of labor, both seeking and not seeking work, has been shown to be considerably higher for women than men. Okay, ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? അതെ. ഓക്കെ, ഹൈ എംപ്ലോയ്മെന്റ് അതായത് ജോലി ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ജോലി കിട്ടാത്തവരും, അണ്ടർ യൂട്ടിലൈസേഷൻ ലേബർ ഓക്കെ, ജോലി ചോദിക്കുന്നവരിലും ജോലി ചോദിക്കാത്തവരിലും അണ്ടർ യൂട്ടിലൈസേഷൻ ഉണ്ട്. ഇത് മെന്നിനേക്കാൾ കൂടുതലുള്ള ഏതാ? വുമണിലാണ്. ഇത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണോ അതോ റീസൺ ആണോ? റീസൺ അല്ല, എക്സ്പ്ലനേഷൻ ആണ്. എങ്കിൽ ഇതിന്റെ എല്ലാം ബേസ് ആയിട്ടുള്ള കാരണമായിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാരണം ഏതായിരിക്കും? ഓപ്ഷൻ ബി. ദ ഫെയിലിയർ ഈസ് റൂട്ടഡ് ഇൻ ദ ഇന്നബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ടു മാനേജ് പബ്ലിക് ഫിനാൻസ് ആസ് വെൽ ആസ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ള കാര്യം മനസ്സിലായ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇത് ചെയ്യുക. ഓക്കെ, ഫൈൻ. എങ്കിൽ ഈ ഫെയിലിയറിൽ നമുക്കതിന് 3 പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ സ്റ്റേറ്റ് എന്തായാലും ഫെയിലിയർ നമ്മൾ പഠിച്ചല്ലോ. എന്തിലാ ഫെയിലിയർ ആയത്? ആക്ച്വലി പബ്ലിക് ഫിനാൻസിലും എന്താ, അതേപോലെ എന്തിലാ ഫെയിലിയർ? രണ്ട് കാര്യം എന്നോട് പറഞ്ഞേ. ഒന്നാമത്തെ ഇതിലാ ഫെയിലിയർ ആയത്? പബ്ലിക് ഫിനാൻസിൽ. രണ്ടാമത്തെ കാര്യം ഇതിലാ ഫെയിലിയർ ആയത്? പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിൽ. ഈ രണ്ട് കാര്യത്തിലും ഫെയിലിയർ ആയില്ലേ? ആ രണ്ട് കാര്യത്തിലും ഫെയിലിയർ ആയെങ്കിൽ അതിനുള്ള കാരണങ്ങൾ, കാരണം നമ്പർ എ, കാരണം നമ്പർ ബി, കാരണം നമ്പർ സി. എ എന്താ? എ ഡിക്ലൈനിങ് റവന്യൂ കളക്ഷൻ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റവന്യൂ കളക്ഷൻ നടത്താൻ വേണ്ടി പറ്റുന്നില്ല, ടാക്സ് കറക്റ്റ് ആയിട്ട് പിരിക്കുന്നില്ല എന്നാണ് സിമ്പിൾ ആയിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ആളുകളുടെ കയ്യിൽ നിന്ന് ടാക്സ് കറക്റ്റായി പിരിക്കാൻ പറ്റുന്നില്ല, ടാക്സ് വെട്ടിപ്പ് നടക്കുന്നു. ഓക്കെ, അതേപോലെ ഗവൺമെന്റിന് കാര്യക്ഷമമായിട്ട് അത് GST ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സെയിൽസ് ടാക്സ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് കേൾക്കുന്ന ആളുകൾ സാർ GST സെയിൽസ് ടാക്സ് പോയി, GST ഉണ്ട്, GST മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കുക. ഞാൻ രണ്ട് കാലഘട്ടവും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിളാണ് GST പറഞ്ഞത്. അതായത്
കളക്ഷൻ, റവന്യൂ ടാക്സ് കളക്ഷൻ, മൊത്തത്തിൽ ടാക്സ് കറക്റ്റ് ആയിട്ട് പിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഒരു പബ്ലിക് എന്റർപ്രൈസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? നഷ്ടത്തിലാണ്. ഓക്കെ. ആകെ ലാഭത്തിലുള്ള രണ്ട് പബ്ലിക് എന്റർപ്രൈസേ മെയിൻ ആയിട്ടുള്ളൂ. ഒന്നിന്റെ പേര് ബെപ്കോ. അതായത് എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും അടിച്ച് ഫിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്? ബീവറേജസ് കോർപ്പറേഷൻ ലാഭത്തിലാണ്. രണ്ടാമത്തെ അടിച്ച് ഫിറ്റ് ആവാൻ എന്ത് വേണം? പൈസ വേണം. പൈസ എന്താ ചെയ്യുക? കടമെടുക്കും. കടമെടുക്കാൻ എവിടെ പോകും? KSFE പോകും. അപ്പൊ ഒന്നെങ്കിൽ എന്താണ് ആക്ച്വലി പൈസ കൊടുക്കുന്ന സ്ഥലം ഏത്? KSFE. അപ്പൊ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നാട്ടിൽ തേടി നടപ്പു. ആദ്യം വീട്ടിലെ സ്വർണം എടുത്ത് എന്ത് ചെയ്തു? KSFE വെച്ച്. എന്നിട്ട് വൈകിട്ട് എന്താ പരിപാടി? പോയിട്ട് എന്ത് ചെയ്ത്? രണ്ടെണ്ണം അടിച്ച്. അങ്ങനെയാണെങ്കിൽ രണ്ട് പബ്ലിക് സെക്ടറാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ലാഭത്തിലുള്ളത്. ഒന്നിന്റെ പേരെന്താ? ബീവറേജസ് കോർപ്പറേഷൻ. രണ്ടാമത്തിന്റെ പേരെന്താ? കേരള സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ. ഓക്കെ അല്ലേ? അപ്പോ എന്റർപ്രൈസ്. ശരി. ഓക്കെ. അപ്പോ KSFE രണ്ട് സാധനം ലാഭത്തിലുള്ളൂ. ബാക്കി ഉണ്ട്. രണ്ടെണ്ണം മാത്രമല്ല, ഇതാണ് രണ്ടും മെയിൻ ആയിട്ടുള്ളത്, മെയിൻ ലാഭത്തിലുള്ളത്. ബാക്കി ഏകദേശം എല്ലാം എന്താണ്? നഷ്ടത്തിലാണ്. അങ്ങനെ നഷ്ടത്തിലുള്ള ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക എങ്കിൽ അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ? നിങ്ങൾ തന്നെ പറ. ഓക്കെ. ഖാദി ബോർഡ് LDCയിലായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, ബെപ്കോയിലായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. ബെപ്കോയില്. എന്തുകൊണ്ടാ? ലാഭത്തിലല്ലേ. ഓക്കെ. KSFE ഇടയ്ക്കിടയ്ക്ക് വിളിക്കില്ലേ? അതേപോലെ സ്റ്റീൽ മിനറൽസ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുവോ? ഇല്ലല്ലോ. ആ എക്സാം നടക്കുന്നേ നിങ്ങൾ അറിയില്ല. ഓക്കെ. LDC സ്റ്റീൽ അതോറിറ്റി എക്സാം വന്നിട്ടുണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഒരു പ്രാവശ്യം വന്നത്. ഓക്കെ. ആ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ, അങ്ങനെയൊക്കെ എക്സാം വരുന്നത് വളരെ കുറവല്ലേ? അതിന് കാരണം എന്താ? അതൊന്നും അത്ര ലാഭത്തിലല്ല. മക്കളെ, ലാഭം ഉണ്ടെങ്കിലല്ലേ ആളുകൾ വെച്ച് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ കൂടുതൽ എന്തുണ്ടാവുള്ളൂ? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഗവൺമെന്റ് കമ്പനീസ് ലാഭത്തിലായാൽ മാത്രമല്ലേ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉള്ളവർക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ പബ്ലിക് എന്റർപ്രൈസസ് ലോസിലാണെങ്കിൽ നഷ്ടത്തിലുള്ളതിനെ ലാഭത്തിലാക്കണ്ടേ? ഓക്കെ. അതിൽ ഗവൺമെന്റ് എന്ത് ചെയ്ത്? പരാജയപ്പെട്ട്. രണ്ടാമത്തെ കാര്യം. ഓക്കെ. ഇനി എന്തെങ്കിലും ഒരു പബ്ലിക് റിസോഴ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് നടത്തി, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഒരു റോഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. റോഡ് ഉണ്ടാക്കി 6 മാസം കഴിയുമ്പോൾ റോഡ് എന്ത് ചെയ്ത്? പൊളിഞ്ഞു പോയി. ഓക്കെ. അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പാലം ഉണ്ടാക്കി. പാലം എന്ത് ചെയ്തു? പഞ്ചവടി പാലമായി. പാലം എന്തായി? പൊളിഞ്ഞു പോയി. ഓക്കെ. അതുകൊണ്ട് നമ്മൾ വലിയൊരു കെട്ടിടം കെട്ടി 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 വന്നിട്ട് ലാസ്റ്റ് എന്തായി? കെട്ടിടം എന്തായി? എന്തോ പ്ലാന് വേറെ എന്തോ പ്ലാനായി. അതിന് കാരണം എന്താ? അഴിമതി മക്കളെ, അഴിമതി. ഓക്കെ. അപ്പൊ 3 പ്രധാനപ്പെട്ട കാരണമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഫെയിലിയർ ആയിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം, കറക്റ്റ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതിന്റെ പേരാണ് റവന്യൂ കളക്ഷൻ എഫിഷ്യൻസി. രണ്ടാമത്തെ കാര്യം എന്താണ്? ആക്ച്വലി ഉള്ള പബ്ലിക് സെക്ടറിനെ, അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം നമ്പർ 2, എങ്കിലേ ജോലിക്ക് ഉണ്ടാവുള്ളൂ, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. നമ്പർ 3, ഓക്കെ, ഈ എന്തെങ്കിലും ഉള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് എന്തെങ്കിലും ബേസിക് ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷനോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയാ, ടൈമിന് തീർന്നില്ല. ഓക്കെ. തുടങ്ങി 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 ഇപ്പൊ ശരിയായി തരാ എന്ന് പറഞ്ഞ എന്തായി? 1 വർഷമായി. ഒരു റോഡൊന്നും പൊളിഞ്ഞിട്ടുണ്ട്, അതൊന്നും ശരിയാക്കണം. 2 വർഷമായി റോഡ് പൊളിഞ്ഞിട്ട്, ശരിയാക്കുന്നില്ല. ഓക്കെ. അപ്പൊ എത്ര കോസ്റ്റാ പോയേ? നമ്മുടെ എത്ര പൈസയാ പോയേ? അതൊക്കെ പോയില്ലേ? ഓക്കെ. ഈ 3 കാരണങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇത്രയും കാര്യം ഓക്കെ ആയ നമ്മുടെ ഫെയിലിയറിന്റെ പേരെന്താ? വെറും ഫെയിലിയർ അല്ലേ, സ്പെക്ടാക്കുലർ ഫെയിലിയർ. ഓക്കെ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അങ്ങനെ നമുക്ക് 2 പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഉണ്ടായി. ദുരന്തം നമ്പർ 1, ഓഗസ്റ്റ് 2018 വന്നിട്ടുള്ള പ്രളയം. 2018 പറഞ്ഞ മൂവിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? പ്രളയം ആരും മറന്നുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത് 2020 വന്നിട്ടുള്ള COVID-19. ഓക്കെ. COVID-19 2019 വന്നത്. കൊറോണയും ആരും മറന്നുപോയി നമ്മൾ വിചാരിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഈ 2018 തൊട്ട് 2020 വരെ നമ്മൾ ആകെ പ്രശ്നത്തിലായിരുന്നു. ഓക്കെ അല്ലേ? നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്തായിരുന്നു? മൊത്തം ഇഷ്യൂലായിരുന്നു. കയ്യിൽ പൈസ ഇല്ല എന്ന് മാത്രമല്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരു ബിസിനസ് ഇല്ല. ഓക്കെ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് പ്രളയം വന്നവരോട് വന്നത്, കൊറോണയും വന്നത്. ഇതെല്ലാം വന്നപ്പോ നമുക്ക് എന്താ സാർ ഇമ്പോർട്ടന്റ്? അവര് കേരള മോഡലില് പുതിയൊരു രീതി കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. എന്താ സാർ പുതിയൊരു രീതി? ഓക്കെ. ഇനി പുതിയ അപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊണ്ടുവരേണ്ടത്. ആ രീതിയിൽ എന്താണ് സാർ ചെയ്യുക? നമ്മൾ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുമ്പോൾ
എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെ കൺസിഡർ ചെയ്യണം? പ്രകൃതിയെ കൺസിഡർ ചെയ്യണം. പ്രകൃതിയെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ വയനാട്ടിൽ ഉരുപൊട്ടും, തിരുവനന്തപുരം എന്താവും? വെള്ളത്തിലാകും മഴ വന്ന. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രകൃതിക്ക് അനുസരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ നമ്മളുടെ കേരള മോഡൽ ഡെവലപ്മെന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ടുണ്ട്. എപ്പോഴാണ് മാറ്റിയത്? 2020. ഇത് രണ്ടും പ്രകൃതി ദുരന്തമല്ലേ? പ്രകൃതി നമുക്ക് തന്ന പണിയാണ്. ഒന്നാമത്തെ പണി എന്താ? എന്താ? ഫ്ലഡ്. ഓക്കെ അല്ലേ? ആ സംഭവം, അതുപോലൊരു ഫ്ലഡ് നമ്മുടെ ജീവിതത്തിൽ, അതായത് ഒരു പക്ഷെ ഒരു 90 ഇയേഴ്സ് ആയ ഒരാളാണെങ്കിലും അതുപോലൊരു ഫ്ലഡ് എന്ത് ഉണ്ടാവില്ല, കണ്ടുണ്ടാവില്ല. അതൊരു ഫ്ലഡ് ആയിരുന്നു. ഒരു കൊറോണ എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ അനുഭവിച്ചിട്ടില്ല, ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ മാത്രമല്ല, എല്ലാവരും കേട്ടോ. ഓക്കെ, പക്ഷെ നമുക്ക് കേരളത്തിലെ കാര്യമല്ലേ പറയേണ്ടത്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേരള മോഡലിനെ മാറ്റണ്ടേ? അപ്പൊ എന്റെ ചോദ്യം, ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മൊത്തം ഫേസ് നമ്മൾ ഇവല്യൂഷൻ പഠിക്കുന്നത് 1960 മുതൽ 2020 വരെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മുതൽ 2020 വരെ ഒരു പ്രത്യേക റൂട്ടിൽ പോയിരുന്ന നമ്മൾ 2020 ആയപ്പോൾ റൂട്ട് എന്ത് ചെയ്ത്? ഒന്ന് മാറ്റി. ഓക്കെ, വേറെ ഭാഗത്തേക്ക് എന്ത് ചെയ്തു? പോകാൻ വേണ്ടി തീരുമാനിച്ചു. എന്തുകൊണ്ടാ 2020 കേരള മോഡലിന്റെ ദിശയിൽ മാറ്റം വന്നത്, അല്ലെങ്കിൽ കേരള മോഡൽ എന്ത് ചെയ്തത്? പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയണം. കാര്യം നമ്പർ 1, ഓഗസ്റ്റ് 2018 ഉണ്ടായിരുന്ന മാസീവ് ഫ്ലഡ്സ്. കാര്യം നമ്പർ 2, 2020 ഉണ്ടായിരുന്ന COVID-19. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അങ്ങനെയെങ്കിൽ നമുക്ക് തുടക്കം തൊട്ട് എന്ത് ചെയ്യാം? വരാം. കേരളത്തിന് ഒരു ഹിസ്റ്റോറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, തുടക്കത്തില് എപ്പോഴാണ് സാർ ഹിസ്റ്റോറിക്കൽ അഡ്വാൻറ്റേജ് ഉള്ളത്? കേരളം ഉണ്ടായപ്പോ തൊട്ട്. എപ്പോഴാണ് കേരളം ഉണ്ടായത്? 1956 കേരളം ഉണ്ടായത്. അതിനു മുമ്പേ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തിലാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് കാര്യങ്ങളിൽ. അതെങ്ങനെയാ സാർ വന്നത്? അതിനല്ലേ നമ്മുടെ നവോത്ഥാന നായകന്മാര് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി തുടങ്ങി നമ്മൾ പഠിക്കുന്ന എല്ലാ നവോത്ഥാന നായകന്മാരും എന്തിനു വേണ്ടിയിട്ടാ പ്രയത്നിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഓക്കെ അല്ലേ? ഗാന്ധിജി അവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ പ്രവർത്തിച്ച എന്തിനു വേണ്ടിയിട്ടാ? 1, എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. 2, എല്ലാവരെയും ഈക്വലായി കാണണം. 3, ഓക്കെ, ഈ പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യണം? എല്ലാ ജോലിയും ചെയ്യാനുള്ള എന്ത് കിട്ടണം? അധികാരം കിട്ടണം. ഇതിലൊക്കെ അല്ലേ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ലെവൽ ഓക്കെ ഇൻക്രീസ് ചെയ്തില്ലേ? അപ്പൊ സാർ ചോദ്യം, ഇന്ത്യയിൽ ടോട്ടലായിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല സാർ? ഇല്ല. ഓക്കെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്വാതന്ത്ര്യം കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള ഡെവലപ്പ് നോക്കാം. ഓക്കെ, എന്നതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം അവിടെ ഇല്ല എന്നല്ല. ഇനി ഇത് ഡൗട്ട് ആയിട്ട് വരും. ഓക്കെ സാർ, അവിടെ ഒരു വിദ്യാഭ്യാസ പരിപാടിയും ചെയ്തിട്ടില്ലേ? ഞങ്ങള് എന്താണ് ജ്യോതിറാവ് ഫുലെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ഞാൻ സമ്മതിച്ചു, ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഫോക്കസ് ചെയ്തതില്ല, സ്വാതന്ത്ര്യ സമരത്തിലാണ്. ഇവിടെ നമ്മൾ എല്ലാം കൂടി ചേർത്ത് ഫോക്കസ് ചെയ്ത് സ്വാതന്ത്ര്യ സമരത്തിലല്ല. നിങ്ങൾ തന്നെ പറ, കേരളത്തിൽ എത്ര സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുണ്ട്? ഓക്കെ, വലിയ എന്ത് പരിപാടി നമ്മൾ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ തന്നെ പറ, കമന്റ് ചെയ്യും. ഓക്കെ അല്ലേ? മനസ്സിലായ? നമ്മള് വമ്പനായിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടോ? നമുക്ക് പഠിക്കാനുള്ള ഒരു പയ്യന്നൂരിൽ നിന്നുണ്ടാവും, ഒരു ഉപസത്യാദന പോയിട്ടുണ്ടാവും. ഓക്കെ, ആരുണ്ട്? നമ്മുടെ പഴശ്ശിരാജയുണ്ട്. പഴശ്ശിരാജ തന്നെ ആക്രമിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? പേഴ്സണൽ ഇഷ്യൂ അല്ലേ? പുള്ളിയുടെ ടാക്സ് കിട്ടിയില്ല, സ്ഥലം കിട്ടിയില്ല, അതല്ലേ പ്രശ്നം? ഓക്കെ അല്ലേ? അല്ലാതെ ബ്രിട്ടീഷുകാരെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കാൻ വേണ്ടിയല്ലോ പുള്ളി ആ സംഭവം ചെയ്തത്. പുള്ളിയുമായിട്ട് ഡീൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അപ്പോഴേ പ്രശ്നം തീർന്നില്ലേ? അതല്ലേ പഴശ്ശി യുദ്ധം 1, പഴശ്ശി യുദ്ധം 2 കൊണ്ട് 2 പഠിക്കാനുള്ളത്. ഓക്കെ, ഇയാൾ എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? മക്കളെ, കേരളത്തില് വമ്പൻ സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ല. ഇതൊരു സത്യമാണ്. ഓക്കെ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് എന്തിലാണ്? ആക്ച്വലി ഡെവലപ്മെന്റില്. ആരുടെ ഡെവലപ്മെന്റില്? ഹ്യൂമൻ ഡെവലപ്മെന്റില്. എപ്പ തൊട്ട്? നവോത്ഥാന നായകർ വന്നപ്പോ തൊട്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. നോർത്തിൽ എന്താ സംഭവിക്കുന്നത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഗാന്ധിജി എന്ത് പറയുന്നു? മക്കളെ, നമുക്ക് ആദ്യം സ്വാതന്ത്ര്യം കിട്ടാം, എന്നിട്ട് എന്ത് ചെയ്യാം? എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ ആക്കാനും ബാക്കിയുള്ള പ്രവർത്തനം എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ എന്ന് അവിടെ പറയുന്നു. നമ്മൾ എന്ത് പറയുന്നത്? അത് ആ വഴിക്ക് പോട്ടെ, ആദ്യം എന്ത് ചെയ്യണം? എല്ലാവരും ഈക്വൽ ആക്കണം.
എങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് മറ്റു സംസ്ഥാനങ്ങളെക്കാളും ആർക്കുണ്ട്? കേരളത്തിനുണ്ട്. ഇതൊരു സത്യമാണ്. ഓക്കെ, അത് കിട്ടാനുള്ള കാരണം ആരാ? സോഷ്യൽ റിഫോമേഴ്സ്, റാഡിക്കൽ പൊളിറ്റിക്സ്, വിപ്ലവങ്ങൾ, വിപ്ലവപരമായിട്ടുള്ള മാറ്റങ്ങൾ. എന്താണ് സാർ വിപ്ലവപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉള്ളത്? ക്ഷേത്ര പ്രവേശന വിളംബരം, ഓക്കെ, പണ്ടാരപ്പാട്ട വിളംബരം, പിന്നെ എന്താ പറയാ, ജന്മി കുടിയാൻ വിളംബരം. ഇതൊക്കെ ഈ കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നടന്നിട്ടുള്ള പരിപാടികളല്ലേ? അതെ സാർ, ഹിസ്റ്ററിയാണ്, കേരള ഹിസ്റ്ററിയാണ് സാർ പറയുന്നത്. ആ കേരള ഹിസ്റ്ററി തന്നെയാണ് കേരള മോഡൽ ഡെവലപ്മെന്റ് ബേസ്. ഓക്കെ, അവരുണ്ടാക്കിയ ബേസിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെവലപ്മെന്റ് നോക്കുന്നത്. നമുക്ക് ആകെ പ്രശ്നം ഉണ്ടായിരുന്നത്, ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തില്ല? പൈസ ഇല്ല. ഇതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായോ? തുടക്കത്തിൽ തന്നെ കേരളത്തിലുള്ള ആളുകൾ എങ്ങനെയായിരുന്നു? ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ. ഹൈലി പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിരുന്നു ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ. പൊളിറ്റിക്കലി ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം വാങ്ങിയെടുക്കാനുള്ള കാര്യമാണ് ഉണ്ടായിരുന്നത്? അല്ല. കേരള സൊസൈറ്റി എങ്ങനെ എന്ത് ചെയ്യാം? മാറ്റാം. അതിനുവേണ്ടി എന്തൊക്കെ വന്നു? സോഷ്യൽ റിഫോംസ്. അടുത്ത എന്ത് വന്നു? റാഡിക്കൽ പൊളിറ്റിക്സ്. ഓക്കെ, അതിലൂടെ എന്തുണ്ടായി? ഒരു പൊതു സമൂഹം ഉണ്ടായി. ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒക്കെ എന്താണ് മക്കളെ എന്ന് ചോദിക്കാൻ എന്തുണ്ടാവും? ഇവിടെ ഒരു പൊതുസമൂഹം ഉണ്ടാവും. നായ കടിച്ചോ പ്രതികരിക്കാൻ ആളുകളുണ്ട്. ഓക്കെ അല്ലേ? CM-ന്റെ വണ്ടി പോയി, എന്താണ് ട്രാഫിക് ആയി, പ്രതികരിക്കാൻ എന്തുണ്ടാവും? ആളുകൾ ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ UP-യിലോ ബീഹാറിലൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രതികരിച്ചതേ ഓർമ്മയുണ്ടാവുള്ളൂ, എന്തുണ്ടാവില്ല? വേറെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ സിറ്റുവേഷൻ ഡിഫറെന്റ് അല്ലേ? അതെ, കേരളത്തിന്റെ സിറ്റുവേഷൻ എൻറ്റയർലി എന്താണ്? ഡിഫറെന്റ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ആണെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മളൊരു അടിത്തറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അടിത്തറയുടെ പുറത്ത് നമ്മൾ കെട്ടിയ കെട്ടിടത്തിന്റെ പേരാണ് കേരള മോഡൽ ഡെവലപ്മെന്റ്. ഓക്കെ, എങ്കിൽ അവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, കേരള മോഡൽ ഡെവലപ്മെന്റ് കേരളത്തിൽ ഒരു ഡെമോഗ്രാഫിക് ട്രാൻസിഷന് കാരണമായി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ കേരള സൊസൈറ്റിയിൽ മാറ്റം വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? ഗൾഫിലേക്ക് ആള് പോയി, വുമന്റെ സിറ്റുവേഷൻ മാറി, ഗൾഫിലുള്ള എന്താ പറയാ പ്രവാസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നു. അതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ? അതുകൊണ്ട് പെർ ക്യാപിറ്റ ഗ്രോത്തിൽ, ആളോഹരി വരുമാനത്തിൽ നമുക്ക് എന്ത് ചെയ്തു? ഒരു വർഷത്തിൽ 1% ഓക്കെ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? വളർന്നു. ഇത് നാഷണൽ പെർഫോമൻസ്, ഇന്ത്യയുടെ മൊത്തം പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാലും അതിനേക്കാളും എന്താണ്? കൂടുതലാണ്. അപ്പൊ കേരളത്തില് പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ എന്തിലാണ്? പെർ ക്യാപിറ്റ ഗ്രോത്തില്, ആളോഹരി വരുമാനത്തിലുള്ള പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ അത് കേരള മോഡൽ വന്നതിന് ശേഷം എന്തായി? 1% എന്ന രീതിയിൽ വളർന്നുകൊണ്ടിരുന്നു. എപ്പോഴാണ് കേരള മോഡലിന്റെ ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 61-ല്. ഫസ്റ്റ് ഫേസ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? 86-87-ല്. ഈ 86-87 ആവുമ്പോഴേക്ക് എന്ത് വന്നു? ആക്ച്വലി ഈ ഗൾഫിലുള്ള നമ്മുടെ എന്താണ് പ്രവാസികൾ ഇങ്ങോട്ട് പൈസ അയക്കുകയും ഇവിടത്തെ കേരളത്തിലെ പെർ ക്യാപിറ്റ ഇൻകം എന്തായി? കൂടുകയും ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഗ്രോത്ത് പെർഫോമൻസ് എന്തായിരുന്നു ആക്ച്വലി? ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? കൂടുകയും ചെയ്തു. ഇനി ഫസ്റ്റ് ഫേസ് എടുക്കാം. 60 തൊട്ട് 87 വരെയുള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഈ 60 to 87 ഗ്രോത്ത് എന്തായിരുന്നു? നമ്മൾ പ്രതീക്ഷകൾ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ സംഭവിച്ചത്? എന്റെ മക്കളെ, 60-61 ആയപ്പോ 56 കേരളം ഉണ്ടാവുന്നത്. കറക്റ്റ് അല്ലേ? ഒരു 58-59 നമുക്ക് എന്ത് ചെയ്യണം? ഈ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഗവൺമെന്റ് എന്ത് ചെയ്യുക? വീഴുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യ ഗവൺമെന്റ് എന്ന് പറയുന്നത് എത്ര വർഷം ഉണ്ടായിട്ടുള്ളൂ? ആക്ച്വലി 2 വർഷം ഉണ്ടായിട്ടുള്ളൂ. 57 വരുന്നു, 59 എന്ത് ചെയ്യുന്നു? പൊളിയുന്നു. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവര് കൊണ്ടുവന്ന കാര്യം പിന്നെ എന്ത് ചെയ്യണം? നടപ്പാക്കണം. അങ്ങനെ നടപ്പാക്കാൻ എന്ത് ചെയ്യും? ടൈം എടുക്കും. ആ ടൈം എടുക്കുന്നുള്ളത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇവര് വന്ന ഉടനെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയണം.
അപ്പൊ അവർക്ക് ബേസിക് ആയിട്ട് എഡ്യൂക്കേഷൻ കിട്ടണ്ടേ? ഒരു 10ാം ക്ലാസ്സും ഗുസ്തിയെങ്കിലും വേണ്ടേ? അല്ലാതെ ഗുസ്തി കൊണ്ട് മാത്രം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻ ചെറുതായിട്ട് കിട്ടണ്ടേ? ഓക്കെ, അത് കിട്ടി, അവര് പോയി, അവരുടെ പൈസ അയച്ച് എന്നൊക്കെ പറയുമ്പോൾ സമയം എടുക്കില്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫേസിൽ അവരെന്ത് ചെയ്യുന്നു? ആക്ച്വലി ബേസിക് ആയ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ആരോഗ്യം, ഹോസ്പിറ്റൽ, സ്കൂൾസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം അല്ല നമ്മുടെ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും എന്ത് കിട്ടണം? എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിലും എല്ലാവർക്കും ഹോസ്പിറ്റലൊക്കെ പോകണമെങ്കിലും ഓക്കെ അല്ലെ, കുറച്ച് സമയമൊക്കെ എടുക്കില്ലേ? ഓക്കെ, ജന്മിമാരെയൊക്കെ പുറത്താക്കണ്ടേ? അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുക്കില്ലേ? അത് പുറത്താക്കാൻ നമുക്ക് എപ്പോഴാണ് പറ്റുക? 1970 പറ്റുക. ഭൂപരിഷ്കരണ നിയമം കറക്റ്റ് ആയിട്ട് വരാൻ പോകുന്ന 69 ഓക്കെ, അപ്പൊ അത്രയും സമയം എടുക്കില്ലേ? എങ്കിൽ ആ സമയം എടുത്തത് കൊണ്ട് തുടക്കത്തിൽ നമ്മുടെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു? അൺഇംപ്രസീവ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. പക്ഷേ ഓക്കെ, ഒരു വിത്തിട്ടിട്ട് നല്ല രീതിയിൽ വെള്ളമൊഴിക്കുകയും വളമിട്ട് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വിത്തിൽ നിന്ന് വലിയൊരു മരം ഉണ്ടാവുന്നു എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ എന്തിനാ സാറേ എന്താ പറയാ വിത്തും മരമൊക്കെ പറയാൻ പോകുന്നത്? അപ്പൊ 60-ൽ 61-ലും 86 87 നമ്മൾ ചെയ്തത് എന്താ? ബേസ്മെന്റ് ഇടുക എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, ആ ബേസ്മെന്റിന് നമുക്ക് എന്ത് കിട്ടും? മുകളിൽ ഒരു കെട്ടിടം കിട്ടും. അല്ലെങ്കിൽ വിത്തിന് നമുക്ക് എന്ത് ചെയ്യും? ഒരു മരം കിട്ടും. ആ മരം കിട്ടാൻ പോകുന്ന എപ്പോഴാണ്? സെക്കൻഡ് ഫേസിലാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഫേസ് എപ്പോഴാ? ഒരു 87 തൊട്ട് 2020 വരെയുള്ള ഒരു ഫേസ്. ഓക്കെ, ഈ ഫേസിൽ നമുക്ക് ഗ്രോത്ത് എന്ത് ചെയ്തു? കാണാൻ വേണ്ടി തുടങ്ങി. അതിന് കാരണം എന്താണ്? അവിടെ നിന്നുള്ള ആളുകൾ, എവിടെ നിന്നുള്ള ആളുകൾ? ഗൾഫിൽ നിന്നുള്ള ആളുകൾ കൂടുതലായിട്ട് പൈസ എങ്ങോട്ട് അയച്ചു? കേരളത്തിലോട്ട് അയച്ചു. സാർ ഇന്ത്യയിലോട്ടല്ല അയക്കേണ്ടത്? അതെ, ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളാണ് കേരളം. ഇന്ത്യയിലോട്ട് അയച്ചു. അപ്പൊ ഇന്ത്യയിൽ ഡിഫറൻസ് കണ്ടു. എസ്പെഷ്യലി എവിടെയാണ് ഡിഫറൻസ് കണ്ടത്? കേരള എക്കണോമിയില്. അപ്പൊ ഇന്ത്യയിൽ നമുക്ക് എന്ത് കണ്ടു? ആക്ച്വലി ലാർജ് സ്കെയിലായിട്ട് എന്ത് വന്നു? റെമിറ്റൻസ് വന്നു. അവിടെ നിന്നുള്ള പൈസ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് മാറ്റം ഉണ്ടായി. അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത് എവിടെയാണ്? കേരളത്തിലാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ഫേസ് ഓക്കെ 1987 88 മുതൽ 2019 20 വരെ ഉള്ളത്. എന്താണ് ഈ 2019 20ന്റെ പ്രശ്നം? എന്താ? ഒന്ന് കൊറോണ, രണ്ടാമത്തെ എന്താണ്? പ്രളയം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇതില് ഈ ഒരു കാലഘട്ടത്തിൽ ഓക്കെ നേരത്തെ ഒരു 10ാം ക്ലാസ്സും ഗുസ്തിയും ഉണ്ടായിട്ട് ഗഫൂർ കാ ദോസ്ത് വഴി പോയ ആളുകളാണെങ്കിൽ ഇപ്പൊ എന്താണ്? ആക്ച്വലി ഹാഷ് പൂഷ് ഇംഗ്ലീഷ് പറയുന്നവരും എന്താണ്? വിദ്യാസമ്പന്നരുമായിട്ട് ഭയങ്കര പഠിച്ച വ്യക്തികളാണ്. അവർക്ക് എങ്ങോട്ട് പോകണ്ട? ഗൾഫിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. അവർക്ക് പോകേണ്ടത് എവിടെയാണ്? ഞങ്ങൾക്ക് വേണം യൂറോപ്പ്. ഓക്കെ, അപ്പൊ അവരെവിടേക്ക് പോകും? ജർമ്മനി, ബ്രിട്ടൻ, ഓക്കെ, USA. USA യൂറോപ്പിലല്ലോ. ആ മക്കളെ വെസ്റ്റേൺ സൈഡ് ഓക്കെ അല്ലെ? USA ഇവിടേക്ക് എന്ത് ചെയ്യും? പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫേസിൽ എല്ലാവരും ഗൾഫിലോട്ട് പോയെങ്കിൽ സെക്കൻഡ് ഫേസിൽ മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എവിടേക്കാണ്? യൂറോപ്പിലേക്കാണ്. അതിന് കാരണം എന്താ? വിദ്യാസമ്പന്നരായിട്ടുള്ള ഉയർന്ന ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. ഈ ഗൾഫിൽ പോയ ആളുകളൊക്കെ അവരുടെ മക്കളെ പഠിപ്പിച്ചില്ലേ? ഓക്കെ, പിന്നെ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായ ആളുകൾ അവരുടെ മക്കളെ പഠിപ്പിച്ചില്ലേ? ഓക്കെ, പെർ ക്യാപിറ്റ ഇൻകം ഒരു മാസം ഒരു വർഷം 1% രീതിയിൽ കൂടിയില്ലേ? ഓക്കെ, ഗവൺമെന്റ് സ്കൂൾസ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടല്ലോ. അപ്പൊ ഒരുപാട് പേര് പഠിച്ചില്ലേ? പഠിച്ചവർക്ക് അവരുടെ അച്ഛനെ പോലെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ വഴിയില്ല? ഡ്രൈവർ ആവാനോ അല്ലെങ്കിൽ എന്താ മാള് കഴുകാനോ. നമ്മുടെ പത്തേമാരി സിനിമ കണ്ടിട്ടുണ്ടാ? മമ്മൂട്ടിയുടെ ജീവിതമാണ്. ഓക്കെ, അത് സത്യമാണ്. അതാണ് സംഭവം. അവിടെ പോയി അങ്ങനെ ഒന്നും ചെയ്യാൻ ആർക്ക് താല്പര്യമില്ല? പുതിയ ആളുകൾക്ക് താല്പര്യമില്ല. എങ്കിൽ അവർ എവിടേക്ക് പോകും? യൂറോപ്പിൽ പോയിട്ട് ഹാഷ് പൂഷ് ജോലിയാണ് ചെയ്യുന്നത്. അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഡിഫറൻസ് ആണ് പറയുന്നത്. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, എങ്കിൽ ഇവർക്ക് ഓക്കെ കേരള മോഡൽ വന്നതിന് ശേഷം നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടായി എന്നല്ലേ പറഞ്ഞത്? അതെ. എന്ത് മാറ്റമാണ് ഉണ്ടായത്? തുടക്കത്തിൽ കൺസ്ട്രക്ഷൻ സെക്ടറും സർവീസ് സെക്ടറും എന്ത് ചെയ്തു? മുന്നിലോട്ട് വന്നു. അപ്പൊ നമുക്ക് 3 സെക്ടർ ഉണ്ട്. ഒന്നിന്റെ പേര് പ്രൈമറി സെക്ടർ, ഒന്നിന്റെ പേര് സെക്കൻഡറി സെക്ടർ, ഒന്നിന്റെ പേര് ടേർഷറി സെക്ടർ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നാണ് ഇതിനെ പറയാ. പ്രാഥമിക മേഖല നമുക്കുണ്ടായിരുന്നതാണ് കൃഷി. ദ്വിതീയ മേഖല നമുക്കുണ്ടായിരുന്നതാണ് വ്യവസായം. അതിൽ വരുന്നൊരു മേഖലയാണ് കൺസ്ട്രക്ഷൻ, കെട്ടുപണി. ഓക്കെ അല്ലെ? കെട്ടിടം കെട്ടുക അങ്ങനെയുള്ള പണി. മൂന്നാമത്തെയാണ് സർവീസ് സെക്ടർ, സേവന മേഖല, തൃതീയ മേഖല. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം,
എന്തുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ സെക്ടർ കേരള മോഡലിന്റെ ഫേസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്താ? ഗൾഫുകാര് അവരിങ്ങോട്ട് പൈസ അയച്ചില്ലേ, ആ പൈസ ഇവിടെ എന്താ ചെയ്യുക? വീട് വെക്കാനല്ലേ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക, എന്തെങ്കിലും കെട്ടിടം കെട്ടാനല്ലേ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. എങ്കിൽ കേരളത്തിൽ കൺസ്ട്രക്ഷൻ സെക്ടർ ഒക്കെ വളർന്നു. അടുത്ത എന്താ? സർവീസ് സെക്ടർ. എന്താണ് സർവീസ് സെക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സേവനങ്ങൾ. കേരളത്തിൽ എന്താ വരിക? ടൂറിസം. ഒക്കെ ഒരുപാട് പേര് കേരളത്തെ കുറിച്ച് അറിയില്ല. അപ്പൊ കേരളം എന്തായിരിക്കും? ടൂറിസത്തിൽ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. എങ്കിൽ ഒക്കെ നമ്മൾ ആരെ മറന്നു മക്കളെ? കൃഷിയെ മറന്ന്. ആർക്കും എന്ത് ചെയ്യണ്ട? കൃഷി വേണ്ട. ഓക്കെ. ഇനി രണ്ടാമത്തെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നാൽ അവർക്ക് എന്ത് വേണ്ട? കെട്ടുപണിയും വേണ്ട, കൺസ്ട്രക്ഷൻ വർക്കും ചെയ്യാൻ താല്പര്യമില്ല. എങ്കിൽ ഈ രണ്ട് പണി ഇപ്പൊ ആരാ ചെയ്യുക? നോർത്ത് നിന്ന് ആളുകൾ വന്നിട്ട്, ഓക്കെ അല്ലെ? അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നില്ലേ? അവർ എന്ത് പണിയാ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഒന്ന് കൺസ്ട്രക്ഷൻ, രണ്ടാമത് എന്താ? പാടത്ത് പഞ്ചിടുന്ന തന്നെ ആരാണ്? ആക്ച്വലി അതിഥി തൊഴിലാളികളാണ് എന്ന രീതിയിൽ സിറ്റുവേഷനിൽ മാറ്റം വന്നില്ലേ? അതിന് കാരണം എന്താ? മുമ്പ് ഈ പണി ചെയ്തിരുന്ന നമുക്ക്, ഓക്കെ, അവരുടെ മക്കൾക്ക് ഇപ്പൊ എന്ത് വേണ്ട? ഈ പണി വേണ്ട. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് യൂറോപ്പിലേക്ക് പോകണം. ഓക്കെ. അപ്പൊ കേരളത്തിന്റെ സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടായില്ലേ? ഓക്കെ. അപ്പൊ കേരള മോഡൽ കാരണം കേരള സൊസൈറ്റി ഈസ് ചേഞ്ചിങ്. കറക്റ്റ് ആണല്ലോ? ചേഞ്ച് എങ്ങനെയാണ്? ഫസ്റ്റ് അഗ്രികൾച്ചർ ബേസ് ആയിരുന്ന സൊസൈറ്റി കൺസ്ട്രക്ഷനിലേക്കും സർവീസ് സെക്ടറിലേക്കും മാറുന്നു. ഓക്കെ. ഇനി മാനുഫാക്ചറിങ്ങും അഗ്രികൾച്ചറും എന്ത് ചെയ്യണ്ട? പുതിയ തലമുറയ്ക്ക് വേണ്ട. അവരതൊന്ന് ഒഴിവായതിനു ശേഷം എങ്ങോട്ട് പോകാൻ നോക്കുന്നു? വിദ്യാസമ്പന്നനായ അവർ വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നു. എങ്കിൽ കേരളത്തിലോട്ട് ഇന്ത്യയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന്, അത് യു പി ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, ബംഗാൾ ആയിക്കോട്ടെ, എല്ലാവരും ബംഗാളിയൊന്നും അല്ല കേട്ടോ. ഓക്കെ. അവിടെ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വരുന്നു. ഇതെല്ലാം കാരണം കേരള മോഡൽ ഡെവലപ്മെന്റ് ആണോ? ആണ്. ഓക്കെ. അപ്പൊ ഒരു കണക്ഷൻ കിട്ടുന്നില്ലേ? ഉണ്ട്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഫൈൻ. ഓക്കെ. അപ്പൊ കേരളത്തിലെ വർക്കേഴ്സ് പ്രൈമറി സെക്ടറിൽ നിന്ന്, ഓക്കെ അല്ലെ, കൺസ്ട്രക്ഷനിലേക്കും സർവീസിലേക്കും എന്ത് ചെയ്തു? മാറുന്ന ഒരു കാര്യം നമ്മൾ കാണാൻ ബലമായി. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു? കണ്ടു. ഓക്കെ. ഇനി എംപ്ലോയ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, പഠിച്ച ആളുകൾക്ക്, ഓക്കെ, കൂടുതലായിട്ട് പഠിച്ച ആളുകൾക്ക് ഈ പറയുന്ന പണിയൊന്നും വേണ്ട. ഒന്ന്, ഓക്കെ, അവർ കൺസ്ട്രക്ഷനിൽ എന്തല്ല? ഇൻട്രസ്റ്റഡ് അല്ല. രണ്ട്, അവർക്ക് അഗ്രികൾച്ചർ, ഓക്കെ, കൃഷി ചെയ്യാൻ എന്തില്ല? താല്പര്യമില്ല. കൃഷി ചെയ്യാനും താല്പര്യമില്ല. എന്താണ്? കെട്ടുപണി, കൺസ്ട്രക്ഷനിലും താല്പര്യമില്ല. എങ്കിൽ ഓക്കെ, ഈ എഡ്യൂക്കേറ്റഡ് അയാൾ എന്തായിരിക്കും? അൺഎംപ്ലോയിഡ് ആയിരിക്കും. അവർ അൺഎംപ്ലോയിഡ് ആയിട്ടല്ലേ ഉണ്ടാവുക. ഓക്കെ. അതിൽ കൂടുതൽ എന്തായിരിക്കും? സ്ത്രീകളായിരിക്കും. എന്റെ ചോദ്യം, നിങ്ങളിൽ ഒരുപാട് പേര് പെൺകുട്ടികളില്ലേ? അപ്പൊ നിങ്ങളോട് എന്റെ ചോദ്യം, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്, ഓക്കെ, PG ഒക്കെ എടുത്ത് PSCക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട് നിങ്ങളോട് പറയാൻ എന്ത് ചെയ്യുക? കെട്ടുപണിക്ക് പോകൂ, അല്ലെങ്കിൽ എന്താ, പാടത്ത് പോകൂ എന്ന് പറഞ്ഞാൽ ആ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഇല്ല. പക്ഷെ നിങ്ങൾ പോവോ? നിങ്ങൾ പോവില്ല. ഓക്കെ. അത് നിങ്ങൾ എന്താ ആദ്യം ചോദിക്കുക? ഈ ഞാൻ ഇത്രയും പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? കെട്ടുപണിക്കാണോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വരില്ലേ? അപ്പൊ സ്ത്രീകൾ ജോബ് സീക്കിംഗ്, ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ അവിടെ പറ്റുമോ? ഇല്ല. എങ്കിൽ അവർക്ക് എവിടെ പോയേ പറ്റുള്ളൂ? പുറത്തു പോയേ പറ്റുള്ളൂ. പുറത്തു പോകാൻ എല്ലാ സ്ത്രീകളെയും അനുവദിക്കുമോ? ഇല്ല. എങ്കിൽ ഇവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് എന്താണ്? ആക്ച്വലി വുമൺസ് ജോബ് ഇല്ലേ? അതിന് കാരണം എന്താ? വുമണിന് ഇഷ്ടപ്പെട്ട പണി എന്ന് പറയുന്നത് വളരെ കുറച്ച് കാറ്റഗറിയിലേ ഉള്ളൂ. ഓക്കെ. ഇനി ആ കുറച്ച് കാറ്റഗറി കിട്ടണമെങ്കിലും ഒന്നെങ്കിൽ എന്താ? ഗവൺമെന്റ് ജോബ് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? പബ്ലിക് എന്റർപ്രൈസ് വേണം, പൊതുമേഖലാ സ്ഥാപനം വേണം. അതാണെങ്കിൽ ഇല്ലതാനും. ഓക്കെ. PSCയിൽ ജോബ് വേക്കൻസി എന്താ? കുറവല്ലേ? ലിസ്റ്റിലൊക്കെ വന്ന് കിടന്നിട്ട് ആകെ പ്രശ്നമല്ലേ ഇരിക്കുന്നത്? അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്? ആക്ച്വലി ഇനി കിട്ടുന്ന പണി എന്ത് ചെയ്യണം? പുറത്തു പോകണം. ഓക്കെ. പുറത്തു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ വീട്ടിലെയും പെൺകുട്ടികളെ പുറത്തു പോകാൻ വീട്ടിന് പുറത്തല്ല, വിദേശത്തേക്ക് പോകാൻ അനുവദിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇനി ആ പെൺകുട്ടികൾക്ക് എന്താ പണി? ആക്ച്വലി അവര് എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ എംപ്ലോയിഡ് ആണോ? അൺഎംപ്ലോയിഡ് ആണോ? അൺഎംപ്ലോയിഡ് ആണ് മക്കളെ, അൺഎംപ്ലോയിഡ് ആണ്. ഓക്കെ അല്ലെ? എങ്കിൽ ഓക്കെ, സീക്കിംഗ് വർക്ക്, അതായത് ജോലി തേടുന്ന മെന്നിന്റെ നമ്പർ എന്തായിരിക്കും? കുറവായിരിക്കും. എന്തുകൊണ്ടാ? എന്തെങ്കിലും ഒരു പണി മെന്നിന് കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എങ്ങനെ കല്യാണം നടക്കുക? ഓക്കെ അല്ലെ? വുമൺ ഇപ്പൊ തൽക്കാലത്തേക്ക് പണിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രശ്നമില്ല,
കല്യാണം പ്രോസസ് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഒരു ആളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പരിപാടിയല്ലേ കല്യാണം. ഇനി കല്യാണത്തിന് മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ പേരിടണ്ടേ, കിരൺ വർക്കിംഗ്, ഓക്കെ, സാലറി, എന്നാലേ എന്തെങ്കിലും ആലോചന വരുള്ളൂ. അല്ലാതെ കിരൺ നല്ല മനസ്സുണ്ട്, ഓക്കെ, നല്ല കുട്ടിയാണ്, സ്നേഹത്തോടെ നോക്കും, വീട്ടുകാരും നാട്ടുകാരും എന്ത് ചെയ്യും, നല്ല ബഹുമാനിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കല്യാണം കിട്ടുമോ? ഇല്ലല്ലോ. എന്താണ് ജോലി, എന്താ എത്ര സാലറി ഉണ്ട്, അതല്ലേ മെയിൻ ഇമ്പോർട്ടന്റ്. കയ്യിൽ എത്ര പൈസ ഉണ്ട്, അതല്ല മെയിൻ സംഭവം. അത് കഴിഞ്ഞതിന് ശേഷമല്ലേ എന്ത് ആൾ നല്ലവനാണോ കുഴപ്പമുണ്ട് നോക്കുള്ളൂ. എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കയ്യിൽ പൈസ വേണം. എങ്കിൽ മെൻ, ഓക്കെ, എന്ത് ജോലി ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാ, കയ്യിൽ ഒരു ജോലി വേണം, എന്നാലേ സൊസൈറ്റിയിൽ എന്തുണ്ടാവുള്ളൂ, എന്തെങ്കിലും കിട്ടുള്ളൂ. വുമൺ, ഓക്കെ, ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് സ്ട്രെസ് ഇല്ല, ഓക്കെ, ഇപ്പൊ എനിക്ക് കല്യാണം കഴിക്കേണ്ട, എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. ഈ കല്യാണം കഴിച്ചാൽ എന്താണ്, നോ പ്രോബ്ലം, ഞാൻ എന്ത് ചെയ്യാ, എനിക്ക് ടൈം ഉണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ PSCക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വുമന്റെ കാര്യത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് കൂടുതലല്ലേ? അതെ. ഇനി വീണ്ടും യങ്ങർ ജനറേഷൻ, ഓക്കെ, ജെൻസി, അവരുടെ ഇടയിൽ അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് കൂടുതലായിരിക്കില്ലേ? നിങ്ങൾ ചുറ്റും കാണുന്നില്ലേ? ആകെ പ്രശ്നമല്ലേ? അവരോട് പറയുന്ന കാര്യം എന്താ, തൊഴിലില്ല തൊഴിലില്ല തൊഴിലില്ല, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു, വി ആർ ഗോയിങ് ടു എന്ത് ജർമ്മനി, വി ആർ ഗോയിങ് ടു എന്ത് കാനഡ എന്നല്ലേ അവര് പറയണത്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഓക്കെ, ഇവിടെ പണിയുണ്ടോ, ഉണ്ട്. എന്തിലാ പണി, കൃഷിയിൽ പണിയില്ലേ, ഉണ്ട്. അത് ചെയ്യാൻ അവർ തയ്യാറാണോ, അല്ല. അവർ പഠിച്ചില്ലേ, ഓക്കെ, 2. ഇവിടെ കെട്ടുപണി ഉണ്ടാ, ഉണ്ട്. അവർ ചെയ്യാൻ തയ്യാറാണോ, അല്ല. ഇവിടെ ടൂറിസത്തിൽ ഗൈഡിന്റെ പണിയില്ലേ, ഉണ്ട്. അവർ ചെയ്യാൻ തയ്യാറാണോ, അല്ല. അവർക്ക് എന്ത് വേണം, നല്ല പൈസ വേണം. പൈസ എവിടെ നിന്ന് കിട്ടും, വെസ്റ്റേൺ കൺട്രിയിൽ നിന്ന് കിട്ടും. അതൊരു തെറ്റാണെന്നോ പോവണ്ടാന്നോ അല്ല ഞാൻ പറയുന്നത്. സൊസൈറ്റി മാറി. അതിന്റെ കാരണം എന്താ, കേരള മോഡൽ ഡെവലപ്മെന്റ് ആണ്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? എങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ അൺഎംപ്ലോയ്മെന്റ്, അതായത് തൊഴിലില്ലായ്മ മെഷർ ചെയ്യാൻ പോകുന്നത് എത്ര പേരുടെ കയ്യിൽ എന്തുണ്ട്, തൊഴിലില്ല എന്നത് കൊണ്ടല്ല, ലേബർ അണ്ടർ യൂട്ടിലൈസേഷൻ എന്നൊരു വാക്ക് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലേബർ അണ്ടർ യൂട്ടിലൈസേഷൻ എന്താന്നുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ജോലി തേടി പോകുന്ന ആളുകളുടെ എണ്ണം എന്താണ് ആക്ച്വലി കുറയുന്നു. അതേപോലെ ജോലിക്ക് പോയിട്ട് പ്രതീക്ഷ ജോലി എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇത് പുരുഷന്മാരെക്കാളും കൂടുതൽ ഏതിലാണ്, സ്ത്രീകൾക്കാണ് കൂടുതലുള്ളത്. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, എങ്കിൽ ഓക്കെ, വുമൺ കൂടുതലായിട്ട് വർക്കിലേക്കും എഡ്യൂക്കേഷനിലേക്കും ഒക്കെ വന്നതോടെ വർക്കിന്റെയും എഡ്യൂക്കേഷന്റെയും കാര്യത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചത്? വിദ്യാസമ്പന്നരായ വുമണിന് എന്ത് വേണം, പ്രത്യേക ജോലിയാണ് വേണ്ടത്. ഇത് കൂടുതൽ ആരിൽ പ്രകടമാണ്, യങ്ങർ ജനറേഷനിൽ പ്രകടമാണ്. ഓക്കെ, എങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഹൈ റേറ്റ് ഓഫ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഞാൻ ഒരുപാട് പ്രാവശ്യമായി പറയുന്നു, തൊഴിൽ ചെയ്യുക മാത്രമല്ല, ഓക്കെ, തൊഴിൽ എന്ത് ചെയ്യണം, ചോദിക്കുന്ന ആളും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ ആ തൊഴിലിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസേഷൻ ഉണ്ടോ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ എന്താ അവർക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്ന തൊഴിലാണോ കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എന്തുണ്ട്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ഉണ്ട്. ഈ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഓക്കെ മെന്നിൽ മാത്രമാണോ ഉള്ളത്, വുമണിലുണ്ടാ, വുമണിലും ഉണ്ട്. വുമണിൽ മാത്രമാണോ ഉള്ളത്, മെന്നിലുണ്ടാ, ഉണ്ട്. എന്താ പറഞ്ഞു വരുന്നത്, 2 പേരിലും ഉണ്ട്. എങ്കിലും ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്, വുമണിലാണ്. അപ്പൊ കേരളത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഡിഗ്രീസ് ആയിട്ടുണ്ടാ, ഉണ്ട്. സെക്കൻഡ് സ്റ്റേജ് ആയപ്പോ എക്കണോമിക് ഗ്രോത്ത് വന്നില്ലേ, ഉണ്ട്. ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, സൊസൈറ്റിയിൽ ട്രാൻസിഷൻ ഉണ്ടായില്ലേ, ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചല്ലേ? അതെ. എങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ടും അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ടാക്കുലർ ഫെയിലിയർ. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു, ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വളരുന്നു, ഡെമോഗ്രാഫിയിൽ ചേഞ്ച് വരുന്നു, ഇതെല്ലാം വന്നതിന് ശേഷം എന്താ, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ആണ്. എങ്കിൽ കേരളത്തെ വിളിക്കുന്ന കേസാണ്, ഇതൊരു പ്രത്യേകമായ കേസാണ്. ഓക്കെ അല്ലെ? ഇത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അമേരിക്കയിൽ നിന്ന് സണ്ണിക്കുട്ടൻ തന്നെ വരണം, അല്ലാതെ താഴെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല എന്ന രീതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ ഓവറോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിലും ഈ പ്രശ്നം ഉണ്ടാ, ഉണ്ട്.
തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ, എല്ലാവരുടെയും പ്രശ്നമല്ലേ. സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രം സ്ത്രീകൾക്കാണ് ഈ പ്രശ്നമുള്ളത്, എല്ലാവർക്കും പ്രശ്നമില്ലേ? ഓക്കെ, പക്ഷെ നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്താ, കേരള മോഡൽ വന്നതിന് ശേഷവും ഇങ്ങനൊരു പ്രശ്നം എവിടെ ഉണ്ടാവാൻ പറ്റില്ല, കേരളത്തിൽ ഉണ്ടാവാൻ പറ്റില്ല. പക്ഷെ ഉണ്ട്. ഓക്കെ, മനസ്സിലായി. എങ്കിൽ കേരളത്തിലെ ഗവൺമെന്റുകൾ ഓക്കെ റിസോഴ്സ് മൊബിലൈസേഷൻ, പബ്ലിക് എന്റർപ്രൈസസ്, വേസ്റ്റും ടൈം എന്ത് ചെയ്യുക, കുറയ്ക്കുക, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എന്ത് ചെയ്യുക, ടൈമിലി തീർക്കുക എന്നതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ കേരള മോഡൽ എന്താവുമായിരുന്നു, ബെറ്റർ ആവുമായിരുന്നു. ഇപ്പൊ കേരളത്തിൽ ഈ 3 കാര്യങ്ങൾ എന്താണ്, വളരെ മോശമാണ്. ഏതൊക്കെയാണ് മോശമായിട്ടുള്ള കാര്യം? മോശമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം റിസോഴ്സ് മൊബിലൈസേഷൻ, പൈസ പിരിക്കുന്നത്, ടാക്സിൽ എന്താണ് ആക്ച്വലി വളരെ പ്രശ്നത്തിലാണ്. 2, മാനേജ്മെന്റ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് എന്ന് വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്താ, കൂടുതലും നഷ്ടത്തിലാണ്. അവോയ്ഡിങ് വേസ്റ്റ് ആൻഡ് ടൈം, എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മൊത്തം എന്താ, വേസ്റ്റും ആണ്, ടൈം എന്ത് ചെയ്യുന്നത് കൂടുതലുണ്ട്. അതുകൊണ്ട് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ കേരള മോഡലിൽ ഒരു ഉദ്ദേശ ബലം മൊത്തമായിട്ട് കിട്ടാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബലമേ ഇല്ല എന്നാണ് പറയുന്നത്, അങ്ങനെയല്ല. ഓക്കെ, കുറെ സാധ്യത നമ്പർ 1 ഇല്ലേ, പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഒരു സ്പെക്ടാക്കുലർ ഫെയിലിയർ വന്നിട്ടുണ്ട്. ഓക്കെ, ആള് ടോപ്പാണ് എങ്കിലും എന്താ, ക്യാരക്ടർ ഇല്ല എങ്കിൽ അതൊരു സ്പെക്ടാക്കുലർ ഫെയിലിയർ അല്ലേ. ഓക്കെ, ആളുടെ കയ്യിൽ പൈസയുണ്ട്, ആളെന്താ ഭയങ്കര ബുദ്ധിയാണ്, ആളെന്താ ആക്ച്വലി ഏത് എക്സാം ഇട്ടാലും എന്ത് ചെയ്യും, ടോപ്പ് ആവും, ഇന്ത്യയിൽ തന്നെ ടോപ്പാണ്, കയ്യിൽ എന്തുണ്ട്, കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ജോലിയുണ്ട്, ക്യാരക്ടർ ശരിയല്ല. ഓക്കെ, എങ്കിൽ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റും പോയില്ലേ. അതേപോലെ എല്ലാത്തിലും ടോപ്പാണ്, പക്ഷെ എന്തുണ്ട്, സ്പെക്ടാക്കുലർ ഫെയിലിയർ ഉണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അതെ, ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഓക്കെ നമ്മുടെ കേരളത്തിൽ പൊതു സ്വകാര്യ വ്യക്തികൾ അതേപോലെ എന്താണ് ജനങ്ങൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, എങ്കിലും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഒരു സ്പെക്ടാക്കുലർ ഫെയിലിയർ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇവല്യൂഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ പഠിക്കാനുള്ളത്. ഈ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ കണക്ഷനാണ്, ടോപ്പിക് ഡിഫറെന്റ് ആണ് പക്ഷെ കണക്ഷൻ ആണ്, ഒരേ കഥയാണ് പറയുക. അവിടെ നന്നായിട്ട് എന്ത് ചെയ്യുക, കേൾക്കുക, മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. @കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3 എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ചാനലുണ്ട്. ആ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതായിരിക്കും, ഇതിന്റെ PDF എല്ലാം കിട്ടുന്നതായിരിക്കും. ഡൗട്ട് ചോദിക്കുക. ഓക്കെ, കമന്റ് ചെയ്യുക, താഴെ കമന്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എന്താ നേരിട്ട് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഇതെല്ലാം ഓക്കെയാണ്, ഓക്കെ അല്ലേ? അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.